السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഈ അഞ്ചാമത്തെ പേജ് وهؤلاء الجهلة يقولون البعث كفر وقتل ولو قال لا إله إلا الله وأن من جحد شيئا من أركان الإسلام كفر وقتل ولو قالها فكيف لا تنفعه إذا جحد فرعا من الفروع وتنفعه إذا جحد التوحيد الذي هو أساس دين الرسل ورأسه. ولكن أعداء الله ما فهموا معنى الأحاديث ولن يفهموا. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ തന്നെ എന്തായി? മുസ്ലിമായി. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് മുശ്രിക്കാവുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ കൊന്നതിന്റെ പേരിൽ ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ വിഷയത്തിൽ നബി രൂക്ഷമായി ചോദ്യം ചെയ്തു. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരോട് പറയുന്നത് വരെ യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ അവനോട് യുദ്ധം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ഹദീസുകളും സംഭവങ്ങളും വെച്ചിട്ട് അവരൊക്കെ എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോടുകൂടി അവരൊക്കെ മുസ്ലിങ്ങളായി എന്നല്ല മനസ്സിലാവുന്നത്. ആ ചോദ്യത്തിലുള്ള മറുപടിയാണ് വായിച്ചത്. അതില് നേരത്തെ വായിച്ചു പോയതിൽപ്പെട്ട ചില സംഗതികൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് മറുപടിയിട്ട് അവിടെ പറഞ്ഞു. എന്താണ്? ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്തു. ജൂതന്മാര് അവർക്ക് അയക്കപ്പെട്ട നബിയെയും അള്ളാഹുവിനെയും തൗഹീദുമൊക്കെ അംഗീകരിച്ച ആളുകളാണ്. എന്നിട്ട് നബി യുദ്ധം ചെയ്തു. അതെന്താ കാരണം? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചില്ല എന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുസൈലിമയുടെ ആളുകളോട് യുദ്ധം ചെയ്തു. അവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചിരുന്നു. എന്നിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ കാരണം പ്രവാചകത്വം വാദിച്ചു എന്ന കാര്യം കൊണ്ടാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്. അതേപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചുട്ടുകരിച്ച ആളുകൾ, അവരും അള്ളാഹുവിലും ഖുർആനിലും നബിയിലും പരലോകത്തിലും ഒക്കെ വിശ്വസിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ടും അലി റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം ചെയ്തത്, അലി റളിയല്ലാഹു അൻഹുവിനെ അവരെന്ത് ചെയ്തു? അമിതമായി ഈ ഖവാരിജികളുടെ വാദങ്ങൾ ഉന്നയിച്ച ആളുകളെ ആ വിശ്വാസത്തിൽ അവർക്ക് വന്നിട്ടുള്ള തകരാറിന്റെ പേരിൽ എന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ് പറഞ്ഞത്. അപ്പൊ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും പറഞ്ഞ ആളായ തന്നെ അവനെന്താവും? പുറത്താവും. അപ്പൊ പറഞ്ഞു എന്നുകൊണ്ട് മാത്രം ഒരുത്തൻ മുസ്ലിമായി എന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള മറ്റൊരു മറുപടി അതാണ് ഈ അടുത്ത പാരഗ്രാഫ്. വഹഉലാഇൽ ജഹല യഖൂലൂൻ. ഈ വിവരദോഷികൾ, ജാഹിലിന്റെ ബഹുവചനാണ് ജഹലത്ത്, വിവരദോഷികളായ ഇക്കൂട്ടർ പറയുന്നു, ഇന്നമൻ അൻകറൽ ബഅസ കഫറ വഖുതില വലൗ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ ഇവരെ സംശയം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കാഫറാകാനാണ്? എന്നാ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്ന ഒരു വസ്തുവുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എന്താ? ഇന്നമൻ അൻകറൽ ബഅസ, ബഅസിനെ, പുനരുത്ഥാനത്തെ ഒരുത്തൻ നിഷേധിച്ചാൽ കഫറ, അവനെന്തായി? കാഫറായി. വഖുതില, അവൻ കൊല്ലപ്പെടുകയും വേണം. വലൗ ഖാല, അവൻ പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും ശരി അവൻ കാഫറാണ്, അവൻ കൊല്ലപ്പെടണം. ഇതാരംഗീകരിക്കുന്നുണ്ട്? ഈ സംശയം ചോദിക്കുന്ന ആളുകളും ഇക്കാര്യം അംഗീകരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിനെ അംഗീകരിച്ചു, നബിനെ അംഗീകരിച്ചു ഒക്കെ ചെയ്തു. പക്ഷെ അവൻ എന്തിനാ ചെയ്യുന്നത്? പുനരുദ്ധാനത്തെ നിശ്ചയിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അവൻ കൊല്ലപ്പെടണം, കാഫറാണ്. വഅന്ന മൻ ജഹദ ശൈഅൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ റുക്നുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നിഷേധിച്ചവൻ, ജഹദാന നിഷേധിക്കുക തവണ വാക്കാൻ, ജഹദ ശൈഅൻ മിൻ റുക്നുകളിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് നിഷേധിച്ചവൻ, കഫറ അവൻ കാഫറായി, വഖുതില അവൻ കൊല്ലപ്പെടണം, ഖാല വലു ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ വാചകമാണ് ഉദ്ദേശിച്ചത്, സാക്ഷ്യവചനം. അത് അവൻ കാഫറാവുകയും കൊല്ലപ്പെടുകയും ചെയ്യും ഒരു റുക്ൻ നിഷേധിച്ചാൽ. അപ്പൊ ഇത് ഇവർ അംഗീകരിക്കുന്ന വസ്തുതയാണ്. ഫകൈഫ, പിന്നെ എങ്ങനെയാണ് ലാ തൻഫഉഹു ഇദാ ജഹദ ഫർഅൻ മിനൽ ഫുറൂഇ, ലാ തൻഫഉഹു അത് അവന് ഫലം ചെയ്യുന്നില്ല. അവിടെ തൻഫഉ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏതാ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ തൻഫഉഹു അവന് ഫലം ചെയ്യുന്നില്ല, ഉപകാരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരം ചെയ്യുന്നില്ല. ഇദാ ജഹദ ഫർഅൻ മിനൽ ഫുറൂഇ, ഇസ്ലാമിന്റെ ശാഖകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ശാഖ നിഷേധിച്ചാൽ. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരുത്തൻ ഇസ്ലാമിന്റെ ഫർഇൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അവൻ നിഷേധിച്ചാൽ എന്തായി? ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവന് യാതൊരു ഉപകാരമില്ല. വതൻഫഉഹു ഇദാ ജഹദ തൗഹീദ, എന്നാൽ അവന് ഉപകാരം കിട്ടുന്നു. ഫതൻഫഉഹു, തൻഫഅ അത് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൻഫഉഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഫലം ചെയ്യുന്നു. ഇദാ ജഹദ തൗഹീദ, തൗഹീദിനെ അവൻ നിഷേധിച്ചാൽ. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപകാരം ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞു എന്നത് അവന് ഉപകാരം ചെയ്യുന്നു. ഇദാ ജഹദ തൗഹീദ്, തൗഹീദിനെ നിഷേധിച്ചാലും. അല്ലദി, എന്താണ് തൗഹീദ്? ഹുവ അത് അസാസു ദീനി റുസുലി, എല്ലാ പ്രവാചകന്മാരുടെയും മതത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ്. വറഅ്സുഹു, അതിന്റെ മുഖ്യഭാഗവും, റഅ്സ് എന്ന തല അല്ലെങ്കിൽ മുഖ്യഭാഗം, അതും എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത തൗഹീദിനെയും മതത്തിന്റെ കാമ്പായ തൗഹീദിനെയും നിഷേധിച്ചാൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അവന്റെ വാക്ക് അവന് ഉപകാരപ്പെടുമെന്നും അല്ലെങ്കിൽ ഉപകാരം ചെയ്യുകയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എന്നാൽ മറ്റേതെങ്കിലും ഒരു ഫർഅ്, ഇപ്പൊ നമസ്കാരമോ പിന്നെ പുനരുദ്ധാനമോ അല്ലെങ്കിൽ സക്കാത്തോ അതുപോലുള്ള ഏതെങ്കിലും കാര്യം നിഷേധിച്ചാൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഫലമുണ്ടാവുകയില്ല. ഫകൈഫ, അപ്പൊ പിന്നെ എങ്ങനെയാണ് അത്? ബന്ധം മനസ്സിലായോ? ഫകൈഫ, ആദ്യം പറഞ്ഞു ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഓൻ ബഅസിനെ നിഷേധിച്ചു, ഓൻ ആരാവും? കാഫിറാവും. ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഇസ്ലാമിന്റെ റുക്നിൽപ്പെട്ടത് ഏതെങ്കിലും ഒന്ന്, അതായത് നിസ്കാരം, നോമ്പ്, സക്കാത്തോ, ഹജ്ജോ ഏതെങ്കിലും നിശ്ചയിച്ചു, അതുപോലെ ഏതെങ്കിലും റുക്നിൽ നിഷേധിച്ചാൽ ഓനും ആരാ? കാഫിറാണ്, കൊല്ലപ്പെടണം. ശരി. ഫകൈഫ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഫകൈഫ, പിന്നെ എങ്ങനെയാണ്? ഇയാൾ ചോദിക്കാൻ, ലാ തൻഫഉഹു ഇദാ ജഹദ ഫർഅൻ മിനൽ ഫുറൂഇ, ഇപ്പൊ മോള് പറഞ്ഞ അനുസരിച്ച് ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഒരു ഫർഅ് നിഷേധിച്ചു. നിഷേധിച്ചപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് യാതൊരു ഫലവും കിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ തൻഫഉഹു, ഓനു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉപകാരപ്പെടും, അതോൻ പറഞ്ഞു. ഇദാ ജഹദ തൗഹീദ, അതോടൊപ്പം എന്ത് ചെയ്യുന്നു? തൗഹീദിനെ നിഷേധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ ഒരുത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതുകൊണ്ട് രക്ഷപ്പെടും, ഓനെ തൗഹീദ് പൊളിയില്ല. ശിർക്ക് ചെയ്താലും തൗഹീദ് പൊളിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിയില്ല. നേരെ പിന്നെ അറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരുത്തൻ ഒരു നിസ്കാരോ നോമ്പോ എന്തെങ്കിലും ഒഴിവാക്കിയാൽ, നിഷേധിച്ചാൽ ഓൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരമില്ല എന്ന് നിങ്ങൾ പറയുക. കൈഫ, എങ്ങനെ ഉണ്ടാകുക? അതെ. ഫകൈഫ ലാ തൻഫഉഹു ഇദാ ജഹദ ഫർഅൻ, ഇസ്ലാമിന്റെ ഫർഇൽപ്പെട്ട ശാഖകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെടുകയില്ലെന്നും, വതൻഫഉഹു അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉപകാരപ്പെടും. ഇദാ ജഹദ തൗഹീദ അല്ലദീ ഹുവ അസാസു ദീനുർ റുസുലി വറഅ്സുഹു, പ്രവാചകന്മാരുടെ മതത്തിന്റെ അടിത്തറയും അതിന്റെ മുഖ്യഭാഗവുമായ തൗഹീദിനെ നിഷേധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഫലമുണ്ട് എന്നും നിങ്ങൾ പറയുക. കൈഫ, എങ്ങനെയാണ്? അപ്പൊ ആ കൈഫ മനസ്സിലായില്ലേ? വലാകിന്ന അഅദാ അല്ലാഹി, അവിടെ നിങ്ങളെ കോപ്പിയുള്ള ഊന്നുള്ളത് ആനാക്കണം. വലാകിന്ന അഅദാ അല്ലാഹ്, എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ മാ ഫഹിമു, അവർ മനസ്സിലാക്കിയിട്ടില്ല.
മഅനൽ അഹാദീഥി ഈ ഹദീസുകളുടെ ആശയങ്ങൾ വലൻ യഫ്ഹമൂ അവർ ഒട്ട് മനസ്സിലാക്കുകയുമില്ല. അവർക്ക് മനസ്സിലായില്ല, ഇനിയൊട്ട് മനസ്സിലാവില്ല. മാ ഫഹിമു അവർ മനസ്സിലാക്കിയിട്ടില്ല, വലൻ യഫ്ഹമൂ അവർ മനസ്സിലാക്കുകയുമില്ല. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതിന്റെ മുകളിൽ 3 കാര്യം പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച അവസാനത്തെ പാരഗ്രാഫ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഇവിടെ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. പറഞ്ഞാൽ ചുരുക്കതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നിസ്കാരം, നോമ്പോ, സക്കാത്തോ അങ്ങനത്തെ ഏതെങ്കിലും സംഗതി ഒഴിവാക്കിയാൽ ഓൻ ഇസ്ലാമിന് പുറത്താണ് നിങ്ങൾ അംഗീകരിക്കുന്നത്. എന്നാൽ അതിലും വലുതാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥമായ തൗഹീദ്, ഇഅ്തിഖാദ്, വിശ്വാസം ഉണ്ടാകുക എന്നുള്ളത്. അപ്പോ ആ വിശ്വാസത്തിന് വിരുദ്ധമായി ഒരുത്തൻ പ്രവർത്തിച്ചാൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനൊക്കെ മുസ്ലിമാണ് എന്ന് നിങ്ങൾ പറയും. എങ്ങനെ? നിസ്കാരം ഒഴിവാക്കിയവൻ കാഫറാവെങ്കിൽ തൗഹീദിന് വിരുദ്ധമായി പ്രവർത്തിച്ചവൻ ഒരിക്കലും എന്താവില്ല, ശരിയാവില്ല. അതല്ല ആദ്യം കഴിക്കേണ്ടത്. നിസ്കാരത്തേക്കാൾ വലുതാണ് തൗഹീദ്, അതായിരിക്കുന്നത്. പിന്നെ അവിടെ ഉപയോഗിച്ച വാക്ക് നോക്കി നിങ്ങൾ, വലാക്കിന്ന അഅദാ അല്ലാഹ് എന്നാൽ അള്ളാഹുവിന്റെ ശത്രുക്കൾ. ഇവിടെ അള്ളാഹിന്റെ ശത്രുക്കൾ തന്നെ ആരാണ്? മുസ്ലിങ്ങളെ വേറിട്ട അഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദും പോക്കരും ഒക്കെ തന്നെ. ഓൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊലിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരോട് ദുആ ചെയ്യുന്നു. ഓൻ അള്ളാന്റെ ആളല്ല, മറിച്ച് അഅദാ ഉല്ലാഹ് അള്ളാന്റെ ശത്രുവാണ്. ഇവരെ കുറിച്ച് തന്നെയാണ് നേരത്തെ ഒക്കെ എന്ത് പറഞ്ഞത്? മുശ്രിക്ക് എന്ന് പറഞ്ഞത്. فأما حديث أسامة فإنه قتل رجلا ادعى الإسلام بسبب أنه ظن أنه ما ادعى الإسلام إلا خوفا على دمه وماله. ഇനി ആദ്യം പറഞ്ഞ ഇതുണ്ടല്ലോ, ഇത് നമ്മള് ഇന്ന് വായിച്ചല്ല, ഈ ഇതിന്റെ സംശയം തുടങ്ങിയെടുത്ത് വലിയ മുശ്രിക്ക് ശുബഹത്തുൻ നുഖ്റ. ഈ മുശ്രിക്കുകൾ പറയുന്നു, അവിടെയും പറഞ്ഞ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറയുന്നത് പിന്നാരാ മുശ്രിക്കുകൾ പറയുന്നു. മുസ്ലിങ്ങൾ പോലത്തെ വിശ്വാസം സ്വീകരിച്ച ആൾക്കാരെ കുറിച്ച് എന്താണ് മുശ്രിക്കുകൾ എന്ന് പറയുന്നത്? ഒരു പുതിയ വിവാദം ഉണ്ടല്ലോ ഇത്. ഒന്നര ഞാൻ കേട്ടില്ല, ആരോ വാട്സപ്പിലൊക്കെ വിട്ട്, പിന്നെ മറ്റേ ഞങ്ങൾ നാട്ടുകാർ പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞ് അഹ്ലുൽ ഖിബ്ലനോടുള്ള സമീപനമാണ് ഇവരോട് സ്വീകരിക്കേണ്ടത് എന്ന് സലായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താണ് സലായി എങ്ങോട്ടാ പോണത്? ഖവാരിജികളുടെ ആദർശത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അങ്ങനത്തെ ഒരു ഇത് വന്നില്ലേ, മെസ്സേജ് ഉണ്ട്, പ്രസംഗം ഉണ്ട് തോന്നില്ലേ? ഞാൻ ആ പ്രസംഗം കേട്ടിട്ടില്ല. അപ്പോ അത് ഈ ചങ്ങായിമാർക്ക് തിരിയാത്തോണ്ടാ. ഏത് അഹ്ലുൽ ഖിബ്ലയോടുള്ള സമീപനമാണ് സ്വീകരിക്കുക. ഞാൻ സലാഹിന്റെ പ്രസംഗം കേട്ടില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് അഹ്ലുൽ ഖിബ്ലയോടുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇബിലെന്ത് മനസ്സിലായി? ഇബിലെ പെടും ആര്? എന്നിട്ട് ആ മെസ്സേജിലുണ്ട് എന്ത്? ഖബറിനെ ആരാധിക്കുന്ന മുശ്രിക്കുകളോട് സ്വീകരിക്കേണ്ടുന്ന ഓലാണ് അഹ്ലുൽ ഖിബ്ല, ഓലോട് സ്വീകരിക്കേണ്ട സമീപനമാണ് നമ്മളെ ഈ ആൾക്കാരോടും സ്വീകരിക്കേണ്ടത് എന്നാണ് സലായി പറഞ്ഞത്. അപ്പോ ഖബറിനെ പൂജിക്കുന്ന മുശ്രിക്കുകളുടെ സ്ഥാനത്താക്കി ആരെ? നമ്മളെ ദഅവത്ത് എന്ന് പറഞ്ഞ അർത്ഥം ആൾക്കാരാ, മനസ്സിലായില്ലേ? ഓലാക്കി എന്നാ പറയണ്ടത്. എന്താ? അത് ഖവാരിജികളുടെ വാദമാണ്. എല്ലാരെയും കാഫറാക്കുക, എല്ലാരെയും മുശ്രിക്കാക്കുക എന്നാണ്. അത് ഈ ചങ്ങായിമാർക്ക് തിരിയാത്തോണ്ടാണ്. ഇവിടെ മുഹമ്മദ് ദുഹാ പറഞ്ഞാല് എന്താണ്? ജഹലത, വിവരം കെട്ട ആൾക്കാരാണ്. കാരണം എന്താ? അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞത് ആരാ? മുഹമ്മദ് ദുഹാ ഇവിടെ ആരെ കുറിച്ചാ മുശ്രിക്ക് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നിസ്കരിച്ച് നോമ്പോട്ട് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് ദിക്റും ദുആയൊക്കെ ആയിട്ട് നടക്കണേ. എന്നാൽ അള്ളാഹു അല്ലാത്ത ദുആ ചെയ്തതിനെ കുറിച്ച് ഓൻ അഹ്ലുൽ ഖിബ്ല എന്നല്ല, ഓൻ മുശ്രിക്കാണ്. മുശ്രിക്കാണ് അഹ്ലുൽ ഖിബ്ല പറഞ്ഞത്. ഒരു വാക്ക് പറയാ. രണ്ടാമത്തെ ഇപ്പോൾ പറഞ്ഞ എന്താ? അഅദാ ഉല്ലാഹ് എന്നാണ്. അള്ളാഹിന്റെ ശത്രു അഹ്ലുൽ ഖിബ്ലയിൽ പെടുവോ? മുശ്രിക്ക് അഹ്ലുൽ ഖിബ്ലയിൽ പെടുവോ? അപ്പൊ നമ്മളെ നാട്ടിലെ ഖുറാൻ പോലത്തെ ആൾക്കാരെ കുറിച്ചാണ് മുശ്രിക്ക് എന്ന് പറഞ്ഞത്. അള്ളാഹിന്റെ ശത്രു എന്നാണ്. അള്ളാഹിന്റെ ശത്രു മുശ്രിക്കായിട്ട് അങ്ങനെ അഹ്ലുൽ ഖിബ്ലയിൽ പെടുക? ഈ ചങ്ങായിമാർക്ക് സലായി അങ്ങനെ പറഞ്ഞത് എന്താന്നുള്ളത് അഹ്ലുൽ ഖിബ്ല ആരാന്ന് മനസ്സിലായില്ല. അപ്പോൾ കളകി. എന്നിട്ട് മെസ്സേജ് വിടാൻ തുടങ്ങി, പ്രസംഗിച്ചു. അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നമ്മുടെ നമസ്കരിക്കുകയും നമ്മുടെ ഖിബ്ല കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുകയും നമ്മൾ അർത്ഥത് അവനാണ് മുസ്ലിം എന്നിട്ട് ഹദീസുണ്ട്. മൻ സല്ലാ സലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅഖല ദബീഹതന എന്നുള്ള ഹദീസ്. അവനാണ് മുസ്ലിം. ഓനെന്ത് ചെയ്യണം? മുസ്ലിമായി
പരിഗണിക്കണം. അപ്പൊ അതിനകത്ത് നമ്മുടെ കഅബയെ ഖിബിലയായി അംഗീകരിക്കുന്നവൻ, നമ്മുടെ ഖിബിലക്ക് നേരത്തെ തിരിഞ്ഞിരിക്കുന്നവൻ, ഓനെന്തായും മുസ്ലിമായി പരിഗണിക്കണം. അപ്പൊ അതിലേക്ക് ചേർത്തിട്ടാണ് അഹ്ലുൽ ഖിബില, ഖിബിലന്റെ ആളുകൾ എന്ന് പറയുന്നത്. നമ്മൾ മുസ്ലിങ്ങൾ സ്കരിക്കുമ്പോൾ സ്കരിക്കുക, മുസ്ലിങ്ങൾ ഇതിന്റെ കഅബ ഖിബിലയായി അംഗീകരിക്കുക, മുസ്ലിങ്ങൾ അർത്ഥം തിന്നുക, അവനാണ് മുസ്ലിം. അപ്പൊ അങ്ങനെ അർത്ഥം ചെയ്താൽ ഓനാരായി? ഓൻ അഹ്ലുൽ ഖിബിലാണ്, ഖിബിലന്റെ ആളാണ്. എന്നാൽ നമ്മളാളാന്നർത്ഥം, നമ്മളാളാണ്. അപ്പൊ അതായത് ഓനെ മുസ്ലിമായി പരിഗണിക്കണം. മുസ്ലിങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാടാണ് ഓനോട് സ്വീകരിക്കേണ്ടത്. അപ്പൊ നമ്മളെ നാട്ടിൽ ഇത് പറയൽ ആരെ കുറിച്ചാ? നമ്മൾ ഈ ആയത്തെ പോതുമ്പോ ഖുറാഫി നമ്മളോട് ചോദിക്കും, എന്ത് ഖുറാഫി എന്താ ചോദിക്കാം? ഞങ്ങൾ മുശ്രിക്കാന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, പിന്നെന്തിനാ ഞങ്ങളെ തുറന്ന് സ്കരിക്കുന്നത്? പിന്നെന്തിനാ ഞങ്ങൾ മരിച്ച മയ്യത്ത് സ്കരിക്കാൻ വരുന്നത്? പിന്നെന്തിനാ അർത്ഥം നിങ്ങൾ തിന്നുന്നത്? പിന്നെന്തിനാ ഞങ്ങളെ മക്കളങ്ങൾ കിട്ടുന്നത്? ഞങ്ങൾക്ക് എന്തിനാ നിങ്ങൾ കെട്ടിച്ചേരുന്നത് എന്ന് ചോദിക്കലുണ്ട്. അത് ചോദിക്കുമ്പോ നമ്മളെ ആൾക്കാരൊക്കെ ഇക്കാലം വരെ പറഞ്ഞ മറുപടി അതുപോലെയൊക്കെ ശരിയാൻ കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ പറയലുണ്ട്, എന്താ പറയല്? നിങ്ങൾ ചെയ്യുന്ന ശിർക്ക, പക്ഷെ നിങ്ങളെ മുശ്രിക്ക് എന്ന് ഞങ്ങൾ വിളിക്കില്ല. ആരെപ്പോലെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളും ശിർക്കും കുഫറും ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഖുർആൻ ഒരു സ്ഥലത്തും ഓരെ നേർക്ക് നേരെ മുശ്രിക്കുകളെ അതുപോലെ നിങ്ങൾ ശിർക്കുണ്ട്, നിങ്ങൾ എന്ത് വിളിക്കില്ല? ശരിക്കും വിളിക്കില്ല. പൊരുത്തം ചെരുപ്പ് മാറിയെടുത്തുപോയാൽ നമ്മൾ കള്ളാന്ന് വിളിക്കൂല. ഇതൊക്കെ APR ഉദാഹരണമാണ്. കള്ളാന്ന് വിളിക്കൂല. അതുപോലെ നിങ്ങൾ ശിർക്കുണ്ട്, പക്ഷെ അതുകൊണ്ട് നിങ്ങളങ്ങ് മുശ്രിക്ക് എന്ന് വിളിക്കില്ല. എന്നിട്ട് ഈ ഹദീസ് ഓതും. നമ്മൾ നമസ്കാരം നിസ്കരിക്കുകയും നമ്മുടെ ഖിബിലയെ കവിമുഖമായി തിരിഞ്ഞിരിക്കുകയും നമ്മൾ അർത്ഥം തിന്നുകയും ചെയ്യുന്നവരൊക്കെ മുസ്ലിങ്ങളാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ ആരാ? നിങ്ങളെ ഞങ്ങള് ആ കൂട്ടത്തിലെ പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് ആ നിലക്കാണ് നിങ്ങൾ തുടരുന്നത്, ആ നിലക്കാണ് നിങ്ങൾ വച്ചങ്ങ് വൈസ്കരിക്കുന്നത്, ആ നിലക്കാണ് കല്യാണം കഴിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് നമ്മൾ ഇക്കാലം വരെയും യഥാർത്ഥ ദീപത്തിന്റെ ഖുറാഫി വിടൂല. കാരണം എന്താ? ഓനെ കുറിച്ചാണ് ഇവിടെ മുഹമ്മദ് അൽഹാബ് മുസ്ലിക്കറിന് നമ്മളെ നാട്ടിലെ ഖുറാഫിനെ കണക്കൂട്ടിക്കോ നിങ്ങൾ. ആ ഖുറാഫിനെ കുറിച്ചാണ് ഇവിടെ പച്ചയില് വലിൽ മുശ്രിക്കീനാൾക്ക് ശുഭത്ത് സംശയമുണ്ട് എന്ന് ഈ കിതാബിൽ പല സ്ഥലത്തും പറഞ്ഞതും ആരെ കുറിച്ചാ? ഹിന്ദുവിനെ കുറിച്ചല്ല, ക്രിസ്ത്യാനിനെ കുറിച്ചല്ല, പിന്നെ ജൂതനെ കുറിച്ചല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതക്കാരനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ദീൻ ഇല്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചല്ല. മറിച്ച് അള്ളാഹു ഉണ്ട്, അള്ളാഹിനോടാണ് ദുആ ചെയ്യേണ്ടത്, നബി ഉണ്ട്, പിന്നെ ഖുർആനുണ്ട്, പരലോകമുണ്ട്, ഈമാൻകാരിയുണ്ട്, ഇസ്ലാംകാരിയുണ്ട് എന്നൊക്കെ അംഗീകരിച്ച് ദിക്റും ദുആക്കായിട്ട് നടക്കുന്ന ആളെ കുറിച്ച് തന്നെയാണ് ഇയാൾ മുശ്രിക്കറിന്. അതെന്തുകൊണ്ടാ? ഓനെന്തില്ല? ഓൻ തൗഹീദില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷെ എന്തില്ല? ഇവിടെ അവസാനം പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, പക്ഷെ തൗഹീദിനെ അംഗീകരിക്കുന്നില്ല, അതിനെതിരായി പ്രവർത്തിക്കുന്നു. അപ്പോ മുശ്രിക്കാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പണിയൊക്കെ എടുത്താലും ഓൻ ആരാവില്ല? ഓൻ മുസ്ലിം ആവുകയില്ല, ഓൻ മുശ്രിക്ക് തന്നെ. അപ്പൊ ഓൻ എന്ത് പെടൂല? അഹ്ലുൽ ഖിബലയിൽ പെടൂല. ഇത് സലഫി പണ്ഡിതന്മാരെ ഫത്വയൊക്കെ പരിശോധിച്ചാൽ കാണാം. ബലി തുറന്ന് സ്കരിക്കാൻ പറ്റുമോ, ഓൽക്ക് വേണ്ടി മയ്യിദ് സ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഇതിന് പറ്റൂല. ഏത് നമ്മുടെ നാട്ടിൽ കാന്തപുരവും അതുപോലെ തന്നെ ഈ മൂല്യമാരൊക്കെ വയൽ തുടങ്ങുമ്പോൾ ഒക്കെ പാടുന്ന പാട്ടുണ്ടല്ലോ, മാലിമന്നലൂദ് ബിഹി എന്നിട്ട് നീ അല്ലാതെ എനിക്ക് ആരാണ്, അതായത് ഈ ഷെയ്ഖിനെ കുറിച്ച് പാടിയിട്ട്. അപ്പൊ അങ്ങനത്തെ പാട്ടൊക്കെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ യാ അബ്ദുൽ ഖാദിർ, യാ ഹുസൈൻ എന്നൊക്കെ വിളിക്കുന്നവൻ ഫഹുവ മുശ്രിക്കുൻ. അപ്പൊ യാ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്നവൻ മുശ്രിക്കാണ്. അതുകൊണ്ട് അവരെ കുറിച്ച് ചർച്ചയുണ്ട്. ഈ പറഞ്ഞ അഹ്ലുൽ ഖിബ്ലന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ട് അപ്പൊ അതനുസരിച്ച് വലിയ മുസ്ലിങ്ങളെ കൂട്ടിക്കൂടെ? അതിനുള്ള മറുപടി എന്താ? ഈ ഹദീസ് മാത്രം നോക്കിയാൽ പോരാ, ഇതിന്റെ ഒക്കെ ഒരു ബേസ് ഉണ്ട്. അതെന്താ? തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്ത നിസ്കരിച്ചു. ഇപ്പൊ ഇവിടെ രാമൻ നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചു വിചാരിക്കുക, ഓൻ കിബിലൊക്കെ തിരിഞ്ഞു, നമ്മളെ അർത്ഥം തിന്നു, ഓൻ അഹ്ലുൽ ഖിബ്ല അറിയാൻ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ടാ? ഓൻ നിസ്കരിച്ചു, കിബിലക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്, നമ്മളർത്ഥം ആ ശരി, നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ അർത്ഥം തിന്നുന്നുണ്ട്, ഓൻ അഹ്ലുൽ ഖിബ്ല ആവുമോ? ഇല്ല. ഓൻ എന്തില്ല? തൗഹീദില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഖുറാഫിയും ഓൻ ഇതൊക്കെ ചെയ്യലുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തില്ല? തൗഹീദില്ല. അപ്പൊ ഈ ഹദീസ് പറഞ്ഞ് മാത്രം നോക്കിയാൽ പോരാ. ഈ ഹദീസ് പറഞ്ഞ സംഗതി ആരെ കുറിച്ചാണ്? തൗഹീദ് ഉള്ളവരെ കുറിച്ചാണ്. തൗഹീദ് ഉണ്ട്, ഇപ്പൊ ചെയ്യുന്നുണ്ട്, എന്നാൽ ഓന് വേറെന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാകാം. ആ ദോഷത്തിന്റെ പേരിൽ ഓൻ എന്ത് ചെയ്യണ്ട? കാഫർ മുശ്രിക്കാന്ന് പറയണ്ട. ഏത് കാഫർ മുശ്രിക്കാന്ന് വേറെ സംഗതികളൊന്നും ഇല്ലെങ്കിൽ, അപ്പൊ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓൻ എന്ത് ചെയ്യണം? മുസ്ലിമായി പരിഗണിക്കണം. അതാണ് അഹ്ലുൽ ഖിബ്ല. തൗഹീദ് ഇല്ലാത്ത ശിർക്ക് ചെയ്യുന്ന ഖുറാഫിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. അപ്പൊ ഖുറാഫി ഒരിക്കലും എന്ത് പെടൂല?
അതിൽ കിബിലെ പെടില്ല. നമ്മൾ ഇക്കാലം വരെ മുജാഹിദുകൾ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ച തെറ്റായിരുന്നു. ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് ബലി ഹാലളിക്ക് ചിലയി പറഞ്ഞത് ഒരു മനസ്സിലായില്ല. ഒരു വിചാരിച്ച് ഖുറാഫിയും അതുകൊണ്ടല്ലോ കബറാരാധകരായ മുശ്രിക്കുകൾ അഹ്ലുൽ ഖിബ്ലയിൽ പെടും. അവരെ കൂട്ടത്തിലാണ് നമ്മളെ കൂട്ടിയതെന്ന് ചോദിക്കാൻ കാരണതാ. ആരാണ് അഹ്ലുൽ ഖിബ്ല തിരിയാത്തോണ്ട്? തിരിയാത്തത് ചോദിച്ചവൻ പറഞ്ഞ കാര്യമല്ല. ആരാ പഠിപ്പിച്ച്? കാലം വരെ കാലത്ത് മുജാഹിദ് പഠിപ്പിച്ചതാണ്. അപ്പൊ ശരിക്ക് ഈ നമ്മളീ വായിക്കുന്ന ബുക്ക് തന്നെ മനസ്സിലാവും ഇവരിതൊക്കെ തിരുന്നു. അവൻ ആരല്ല, അഹ്ലുൽ ഖിബ്ലയല്ല. അഹ്ലുൽ ഖിബ്ലയാണ് അവൻ മുശ്രിക്ക് അറിയോ? ഇതിൽ ഉപയോഗിക്കുന്നൊക്കെ ആണല്ലോ. ഒരു മുസ്ലിം ചോദിക്കുന്നു അല്ല പറഞ്ഞ പിന്നെന്താ? മുശ്രിക്കിന് എന്നെ സംശയമുണ്ട്, മുശ്രിക്കിന് സംശയമുണ്ട്. ആ മുശ്രിക്ക് ആരാ? നമ്മുടെ നാട്ടിലെ പച്ച ഖുറാഫി കൂട്ടിയാൽ മതി. ഫഅമ്മാ ഹദീഥു ഉസാമ ഫഇന്നഹു ഖതല റജുലൻ. അപ്പോൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യമാണ്, ഉസാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തനെ കൊന്നപ്പോൾ നബി എന്ത് ചെയ്തു? ഉസാമയെ ഇൻകാർ ചെയ്തു. അതെന്തിനാ? ലാ ഇലാഹ പറഞ്ഞവൻ എന്തായി? മുസ്ലിമായി. അപ്പൊ കൊന്നത് ശരിയായില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ ലാ ഇലാഹ പറഞ്ഞവനൊക്കെ മുസ്ലിം അല്ലേ എന്നാ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി അറിയാൻ ഇവിടെ. അമ്മാ ഹദീഥു ഉസാമത്ത, എന്നാൽ ഉസാമയുടെ ഹദീസ്, ഉസാമ ഹദീസ് എന്നായി വിഷയം മനസ്സിലല്ലേ? ഉസാമ ലാ ഇലാഹ പറഞ്ഞവനെ കൊന്ന വിഷയം. ഫഇന്നഹു ഖതല റജുലൻ, ഫഇന്നഹു ഉസാമ റളിയല്ലാഹു അൻഹു ഖതല, അയാൾ കൊന്നു റജുലൻ ഒരാളെ, ഇദ്ദഅൽ ഇസ്ലാമ, ഇസ്ലാമിനെ വാദിച്ച ഒരുത്തനെ. എന്താ ഇസ്ലാമിനെ വാദിച്ചെന്നാൽ ലാ ഇലാഹ പറഞ്ഞു. അതാണ് യുദ്ധത്തിൽ വെട്ടാനോങ്ങിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ഒരുത്തനാണ് ഇസ്ലാമിനെ വാദിച്ചവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തനെ ഉസാമ കൊന്നു. എന്താ കൊല്ലാൻ കാരണം? ബിസബബി, ഒരു കാരണം കൊണ്ട്. അന്നഹു ലന്ന, അതെന്താ? ലന്നാന വിചാരിച്ചു. അന്നഹു ലന്ന, ആര്? ഉസാമ റളിയല്ലാഹു അൻഹു വിചാരിച്ചു. അന്നഹു, ആ അന്നഹു ആരാ? ആദ്യത്തെ അന്നഹു എന്നത് ഉസാമ, രണ്ടാമത്തെ അന്നഹു എന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ കൊല്ലപ്പെട്ട ആള്. അന്നഹു മദ്ദഅൽ ഇസ്ലാമ, അവൻ ഇസ്ലാമിനെ വാദിച്ചിട്ടില്ല എന്നാണ്, ഞാൻ മുസ്ലിമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇല്ലാ ഹൗഫൻ, പേടി കൊണ്ടല്ലാതെ. എന്തിനെ കുറിച്ചുള്ള പേടി? അലാ ദമിഹി വമാലിഹി, തന്റെ രക്തത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചുമുള്ള പേടി കൊണ്ടല്ലാതെ അയാൾ ഇസ്ലാമാണെന്ന് വാദിച്ചിട്ടില്ല. എന്താണ്? എന്താ ഉസാമ വിചാരിച്ചു? എന്ത്? ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ഇഅ്തിഖാദോട് കൂടി വിശ്വാസത്തോടു കൂടി പറഞ്ഞതല്ല. പിന്നെന്താണ്? തൽക്കാലം ഇപ്പം പറഞ്ഞില്ലെങ്കിൽ വിട്ടുകൊടുങ്ങും, അപ്പന്റെ സ്വത്തും പോവും, രക്തവും ജീവൻ പോവും. അപ്പൊ ആ തടിയും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി പേടിച്ചിട്ട് പറഞ്ഞതാണ് എന്നാര് തെറ്റിദ്ധരിച്ചു? ഉസാമ റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വെട്ടിയത്. ലന്ന വിചാരിച്ചു. ലന്നല്ലേ? ഊഹം, വിചാരം. വറജുലു ഇദാ അൽഹറൽ ഇസ്ലാമ വജബൽ കഫു അൻഹു, അവിടെയും നിങ്ങളെ ബുക്കിലുള്ളത് വജബൽ കഫ എന്നുള്ളത്. കഫ എന്നുള്ളത് കഫു എന്നാക്കണം. വറജുലു, ഒരാൾ, ഇദാ അൽഹറൽ ഇസ്ലാമ, ഇസ്ലാമിനെ പ്രകടിപ്പിച്ചാൽ, വജബ, ഇസ്ലാമിനെ പ്രകടിപ്പിച്ചതെന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ വജബ, നിർബന്ധമായി തീരും, അൽ കഫു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് തടയൽ എന്ന് പറഞ്ഞാൽ അയാളെ ഉപദ്രവിക്കാതിരിക്കൽ. അയാളെ കൊല്ലാനോ അയാളുടെ രക്തം ചിന്താനോ അയാളെ സ്വത്ത് നശിപ്പിക്കാനോ പാടില്ല. അയാൾ വജബ അൽ കഫു അൻഹു, അദ്ദേഹത്തെ തടയൽ എന്നാണ് അദ്ദേഹത്തെ സംരക്ഷിക്കൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കാതിരിക്കൽ. ഏതുവരെ? ഹത്താ യതബയ്യന, നിങ്ങളെ ബുക്കിലുള്ളത് യുതബയ്യന എന്നുള്ളത്, അത് യാ എന്നാക്കണം, യു എന്നുള്ളത് യാ. ഹത്താ യതബയ്യന മിൻഹു, അയാളിൽ നിന്ന് വ്യക്തമാകുന്നതുവരെ. എന്ത് വ്യക്തമാകുന്നതുവരെ? മാ യുഹാലിഫു, എതിരാകുന്ന ഒരു കാര്യം, ദാലിക, അതിനോടെതിരാകുന്ന ഒരു കാര്യം. ഏതിനോട്? ആള് ഇസ്ലാം ഇൽഹാർ ചെയ്തു, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിനോട് എതിരാകുന്ന എന്തെങ്കിലും ഒരു സംഗതി അയാളിൽ നിന്ന് വെളിവാകുന്നത് വരെ അയാൾ എന്ത് ചെയ്യണം? അയാളെ ഉപദ്രവിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അയാളുടെ വാദം അംഗീകരിക്കണം, അയാളെ മുസ്ലിമായി പരിഗണിക്കണം, അവനെ നേരത്തെ പറഞ്ഞ പോലെ അഹ്ലുൽ ഖിബ്ലയായി പരിഗണിക്കണം, മുസ്ലിമായി പരിഗണിക്കണം, ഒന്നും ചെയ്യാൻ പാടില്ല. അതിനുള്ള തെളിവാണ് പിന്നെ പറയുന്നത്. ഇവിടെ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ നബി ആക്ഷേപിച്ചത് എന്തുകൊണ്ടാ? ബല പറഞ്ഞ വാദം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനൊക്കെ മുസ്ലിമായി. ആ ലാ ഇലാഹ പറഞ്ഞ എത്ര വെട്ടിയല്ലേ നബി ഉസാമ എന്ത് ചെയ്തത്? ആക്ഷേപിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, മുസ്ലിമാണ്, സംഗതി ശരിയാണ്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, പക്ഷേ ഇയാളിൽ നിന്ന്
അതിനെതിരായ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഉസാമ എന്ത് വിചാരിച്ചു, ഇത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. അതിന് ആ ധാരണ അടിസ്ഥാനത്തിൽ വെട്ടിയതിനെയാണ് എന്ത് ചെയ്ത് നബി ആക്ഷേപിച്ചത്. അത് ചെയ്യാൻ പാടില്ല. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഹൃദയം കീറി നോക്കിയോ എന്ന് വെച്ചല്ലോ. അവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണോ പറഞ്ഞത്, അല്ല ശരിയായ വിശ്വാസത്തോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം, അങ്ങ് കീറി നോക്കിയിരുന്നോ എന്ന് നബി ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ അത് വെൽക്ക് തെളിവല്ല അർത്ഥം. അപ്പൊ ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഒന്നും ചെയ്യാൻ പാടില്ല, അയാൾക്ക് സംരക്ഷണം കൊടുക്കണം. ഏതുവരെ? അപ്പറഞ്ഞതിനെതിരായ എന്തെങ്കിലും അയാൾ ഉണ്ടാകുന്നത് വരെ. അങ്ങനെ ഉണ്ടായാൽ പിന്നെ പറഞ്ഞത് ശരിയല്ല, ഒന്നുകിൽ രക്ഷപ്പെടാനായിരിക്കാം, വേറെന്തെങ്കിലും കാര്യത്തിനാകാം എന്ന് മനസ്സിലാക്കാം. വഅൻസല അല്ലാഹു തആല ഫീ ദാലിക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനൂ. സൂറത്തുൻ നിസാ 94-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. ഇദാ ലറബ്തും ഫീ സബീലില്ലാഹ്. ലറബ എന്നാണ് അർത്ഥം, അടിച്ചു എന്നാണ്. ഒരുപാട് അർത്ഥമുണ്ട്. ലറബ ഫീ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്നാണ് അർത്ഥം. ഇദാ ലറബ്തും ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിച്ചാൽ എന്നല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ. ലറബന്റെ കൂടെ ഫീ ചേർത്താൻ അർത്ഥം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ, അതായത് അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങൾ സഞ്ചരിച്ചാൽ ഫതബയ്യനൂ, എന്ത് ചെയ്യണം? തബയ്യനാൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഐ ഫതസബ്ബതു, നിങ്ങൾ ഉറപ്പുവരുത്തണം. അതവിടെ ബയ്യനും ഫതബയ്യനു എന്നാൽ അടുത്ത അർത്ഥം കൊടുത്തു. തബയ്യൻ എന്നാൽ ഐ തസബ്ബതു. സാബിത്ത് എന്നാൽ എന്താ? ഉറപ്പായത്, സ്ഥിരപ്പെട്ടത്. തസബ്ബത്ത് എന്നാൽ ഉറപ്പ് വരുത്താണ്ടോ, സ്ഥിരപ്പെടുത്തുക. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എന്താ അത് ഉദ്ദേശിക്കുന്നത്? യുദ്ധത്തിൽ നിങ്ങൾ പുറപ്പെട്ടാൽ ഉറപ്പുവരുത്തണം, തെളിവന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? നാട്ടിൽ മുസ്ലിങ്ങളുണ്ടോ? ഇത് കാഫിര്യങ്ങളുടെ നാടാണോ എന്ന് ഉറപ്പുവരുത്തണം. വെറുതെ പോയിട്ട് അത് നാട്ടിൽ പോയി യുദ്ധം ചെയ്തോളത്. അല്ലെ പോണ വഴിക്ക് കണ്ണറൊക്കെ പിടിച്ച് വെട്ടരുത്. ഇവൻ ലാലായത് പറഞ്ഞവനാണോ അംഗീകരിച്ചവനാണോ എന്ന് നോക്കണം. അപ്പോൾ നബി നാട്ടിലെത്തി ബാങ്ക് കേട്ടാൽ അവിടെ എന്താ മുസ്ലിങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് നബി പറഞ്ഞു. അത് മുസ്ലിങ്ങളുടെ അടയാളാണ്. അപ്പൊ അവിടെ യുദ്ധം നടത്താൻ പാടില്ല. പിന്നെ നബി പോകുന്ന വഴിക്കും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ അയച്ചിട്ടൊക്കെ ഇന്നലെ കിതാബ് തൗഹീദിന്റെ ക്ലാസ്സിൽ അതിൽ വന്ന അജീതാണത്. പിന്നെ നബി അലിനെ പറഞ്ഞയച്ചപ്പോ എന്താ പറഞ്ഞത്? ഖൈബറിലെ യുദ്ധത്തിന് നേതാവായിട്ട് അലി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ അയച്ചു. അപ്പൊ നബി പറഞ്ഞ എന്താ? അവരുടെ സ്ഥലത്തെത്തിയാൽ അവരെ നീ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. പോയിട്ട് യുദ്ധം തുടങ്ങാനല്ല, എന്ത് ചെയ്യണം? ദഅവത്ത് നടത്തണം. അപ്പൊ അതുപോലെ ഇവിടെ നബി എന്താ? നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്ത്? അവിടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണോ, ലാലായ എന്ന് പറഞ്ഞവരുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഫൽ ആയത്ത് തദുല്ലു, ഈ ആയത്ത് സൂചിപ്പിക്കുന്നു അലാ അന്നഹു യജിബുൽ കഫ്ഫു, അവിടെയുള്ളത് കഫാന്നാണ്, അത് കഫ്ഫു എന്നാക്കണം. യജിബുൽ കഫ്ഫു അൻഹു വത്തസബ്ബുതു. ഫൽ ആയത്തു, ഈ ആയത്ത് തദുല്ലു, ആ ആയത്ത് അറിയിക്കുന്നു, സൂചിപ്പിക്കുന്നു അലാ അന്നഹു യജിബു, നിർബന്ധമാണ് എന്നതിന്റെ മേൽ സൂചിപ്പിക്കുന്നു. എന്ത് നിർബന്ധമാണ്? അൽ കഫ്ഫു അൻഹു വത്തസബ്ബുതു, അവന് സംരക്ഷണം നൽകുകയും പിന്നെ സംഗതികൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ളത്, അന്വേഷിച്ച് ഉറപ്പുവരുത്തണം എന്നുള്ളത്. ഫൈദാ തബയ്യന മിൻഹു ബഅദ ദാലിക, അപ്പൊ ഒരാള് ലാലായെന്ന് പറഞ്ഞു, അവൻ മുസ്ലിമാണ് എന്ന് ബോധ്യപ്പെട്ടു, അവനെന്തേ? സംരക്ഷണം കൊടുക്കണം. എന്നാൽ ഫൈദാ തബയ്യന, പിന്നെ വെളിവായാൽ, വ്യക്തമായാൽ, മിൻഹു, ഈ മുസ്ലിമാണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ലാലാല പറഞ്ഞവനിൽ നിന്ന് വെളിവായാൽ, ബഅദ ദാലിക, അതിനുശേഷം, ഏത്? അവൻ ഇസ്ലാമാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് വെളിവായാൽ? മാ യുഖാലിഫുൽ ഇസ്ലാമ, ഇസ്ലാമിന് എതിരായ സംഗതി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇസ്ലാമിന് എതിരായ സംഗതി എന്നാൽ തൗഹീദിന് വിരുദ്ധമായ സംഗതി ബോധ്യപ്പെട്ടാൽ ഖുതില, അവൻ കൊല്ലപ്പെടണം. അതിനുള്ള തെളിവെന്താ? അപ്പൊ ഒരുത്തൻ ലാലാന്ന് പറഞ്ഞു, മോനെ ഒന്നും ചെയ്യാൻ പാടില്ല.
എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം അതിനെതിരായത് അവനിൽ ബോധ്യപ്പെട്ടു, എന്നാൽ കുത്തില, കൊല്ലപ്പെടേണ്ടതാണ്. ലി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ ഈ വാക്ക് കാരണത്താൽ. ഏതാ ആയത്തിന്റെ അവസാനം? ഫതബയ്യനൂ, നിങ്ങൾ ഉറപ്പുവരുത്തണം, തെളിവ് അനുസരിച്ച് ഉറപ്പുവരുത്തണം. അപ്പൊ ഇയാൾ തെളിവ് പിടിക്കുന്നത് എന്താ? ഫലൗ കാന ലാ യുഖ്തലു ഇദാ ഖാലഹ ലം യകുൻ ലിത്തതബ്ബുതി മഅനൻ വകദാലിക അൽ ഹദീസുൽ ആഖർ വഅംസാലുഹു. വലൗ കാന ലാ യുഖ്തലു ഇദാ ഖാലഹ, ഫലൗ കാന ആയിരുന്നെങ്കിൽ, ലാ യുഖ്തലു കൊല്ലപ്പെടുകയില്ലായിരുന്നുവെങ്കിൽ, ഫലൗ കാന ലാ യുഖ്തൽ കൊല്ലപ്പെടുകയില്ല എങ്കിൽ, ഇദാ ഖാലഹ അവൻ അത് പറഞ്ഞാൽ, ഏത് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അവനെ കൊല്ലേണ്ടുന്ന ഒരു സാഹചര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനൊക്കെ മുസ്ലിം ആയിരുന്നു എങ്കിൽ, ലം യകുൻ ഉണ്ടാകുമായിരുന്നില്ല, ലിത്തസബ്ബുതി ഈ അന്വേഷണത്തിന് ഉറപ്പുവരുത്തുന്നതിന് മഅനൻ ഒരർത്ഥമില്ല. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനൊക്കെ മുസ്ലിമാണ്, ഓൻ പിന്നെ ഒരിക്കലും കാഫറാവൂല, പിന്നെ ഓൻ ഒരിക്കലും മുശ്രിക്കാവൂല, ഓനെ പിന്നെ ഒരിക്കലും കൊല്ലേണ്ടതില്ല എങ്കിൽ പിന്നെ അള്ളെന്തിനാ ഇതാ നടത്തും യായിലതിനാമൻ ഇതാ നടത്തും ഫീ സബീലില്ലാഹ് ഫതബയ്യനൂ എന്ന് പറഞ്ഞത്? ഓൻ പറഞ്ഞത് എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ മുസ്ലിങ്ങളെന്ന് പറഞ്ഞവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പൊ പറഞ്ഞു പിന്നെ നിങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം എന്ന് പറയേണ്ട കാര്യമല്ല, പറഞ്ഞു കേട്ടാൽ മതി എന്ന് വെച്ചാൽ മതിയല്ലോ. അപ്പൊ അവിടെ തബയ്യനൂ എന്ന് പറഞ്ഞതിലാണ് ഇയാൾ തെളിവ് പിടിച്ചിട്ടുള്ളത്. അപ്പൊ പറഞ്ഞ ഒരുത്തൻ ചിലപ്പോ എന്താകാം, അതിനെതിരായ അവൻ പറയാം, അല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായത് അവൻ പ്രവർത്തിക്കാം, അപ്പൊ അവൻ മുസ്ലിം ആവുകയില്ല. വകദാലിക ഇതുപോലെ തന്നെയാണ് അൽ ഹദീസുൽ ആഖറു വ അംസാലഹു എന്നാണ് നിങ്ങളുടെ ബുക്കിലുള്ളത്. അംസാല എന്നുള്ളത് ഇല്ലൂന്നാക്കണം. വഅംസാലുഹു ഇതുപോലെയാണ് മറ്റ് ഹദീസും അതുപോലുള്ള സംഗതികളും എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഹദീസുൽ ആഖർ മറ്റേ ഹദീസ്. ഏതാ മറ്റേ ഹദീസ്? അല്ല, ഉസാമന്റെ ഇപ്പോൾ സ്വീകരിച്ചു. നേരത്തെ രണ്ട് കാര്യം പറഞ്ഞു, ഒന്ന് ഉസാമൻ ഹദീസും പിന്നെന്താ ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത് 35ാമത്തെ പേജിന്റെ മോളതാക്കണം. 35ാമത്തെ പേജിന്റെ തുടക്കത്തിൽ കണ്ടില്ലേ? ഉമിർതു അൻ ഉഖാതില അന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ. ഇതിപ്പോ എന്തിനാവും തെളിവാക്കിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ യുദ്ധം ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനൊക്കെ മുസ്ലിം അല്ലേ എന്നാണ് മുശ്രിക്കുകളുടെ സംശയം. അപ്പൊ ആ ഹദീസും ഈ ഉസാമന്റെ ഹദീസ് വിശദീകരിച്ചതുപോലെ തന്നെയാണ്. അതിൽ ഓൽക്ക് തെളിവില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആ ഹദീസിന് എന്താ ഉദ്ദേശിച്ചത്? ഓല് പറഞ്ഞ ആശയം കിട്ടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ശരി, എന്ത് ചെയ്യണം? യജിബുൽ കഫു അൻഹു, ഓന് സംരക്ഷണം കൊടുക്കണം. ഓന്റെ ശരീരമോ സമ്പത്തോ സ്വത്തോ ഒന്നും രക്തമോ ഒന്നും ചിന്താൻ തടയാനോ അല്ല നശിപ്പിക്കാനോ പാടില്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ഒരുത്തൻ ഓൻ പിന്നെ അതിനെതിരായിട്ടും എന്തായാലും മാ യുഖാലിഫുൽ ഇസ്ലാം, ഇസ്ലാമിന് അല്ലെങ്കിൽ ആ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായ എന്തെങ്കിലും ഒന്ന് ബോധ്യപ്പെട്ടാലോ, അപ്പോ ഓനെ പിന്നെ എന്ത് ചെയ്യാ? കൊല്ല. പണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ കണ്ടിയ കാര്യമില്ല. അപ്പൊ അതുപോലെയാണ് നിങ്ങളെയും കാര്യം എന്നാ പറയേണ്ടത്. ഏത്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞതിന് ശേഷം ലഹറ മാ യുഖാലിഫു അൽ ഇസ്ലാം അല്ലെങ്കിൽ യുഖാലിഫു തൗഹീദ്, തൗഹീദിനെതിരായ പ്രവൃത്തി നിങ്ങൾക്ക് ഉണ്ടായത്. അപ്പൊ നിങ്ങളും ആരല്ല? നിങ്ങൾ മുസ്ലിം അല്ല. അപ്പൊ നിങ്ങൾക്ക് അതിൽ തെളിവില്ല. മഅന മാ ദക്കർനാഹു, നീ അവിടെ ചുരുക്കി പറയാം. മഅന അർത്ഥം, മാ ദക്കർനാഹു നാം മുകളിൽ പറഞ്ഞതിന്റെ, നാം ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം, ആശയം എന്താണ്? അന്ന മൻ അൽഹറ തൗഹീദ വൽ ഇസ്ലാമ, ഇസ്ലാമും തൗഹീദും വെളിപ്പെടുത്തിയവൻ. അന്നമൻ ഒരുത്തൻ, അൽഹറ അവൻ പ്രകടിപ്പിച്ചു, തൗഹീദ തൗഹീദും വൽ ഇസ്ലാമ ഇസ്ലാമും എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അത് വെളിവാക്കിയ ഒരുത്തൻ. വജബൽ കഫു അൻഹു അവന് സംരക്ഷണം നൽകൽ അനിവാര്യമാണ്. ഇല്ലാ അൻ യതബയ്യന മിൻഹു, അവിടെ യു എന്നുള്ളത് യാ നാക്കണം, യുതബയ്യന എന്നുള്ളത് യതബയ്യന നാക്കണം. ഇല്ലാ അൻ യതബയ്യന മിൻഹു അവനിൽ നിന്ന് വ്യക്തമായാലല്ലാതെ. എന്ത് വ്യക്തമായാലല്ലാതെ? മാ യുനാഖിദു ദാലിക അതിനെതിരാകുന്ന, നാക്കള്ളതിനാക്കുന്നാൽ അതിനെതിരാകുന്ന അല്ലെങ്കിൽ അതിനെ തകർത്ത് കളയുന്ന, അതിനെ പൊളിച്ചു കളയുന്ന. മോള് യുഖാലിഫ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മാ യുനാഖിദു ദാലിക അതിനെതിരാകുമെന്ന് വ്യക്തമായാലല്ലാതെ എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ സംരക്ഷിക്കണം, എന്നാൽ അവനിൽ നിന്ന് വ്യക്തമായാൽ. എന്ത് വ്യക്തമായാൽ? യുനാഖിദു ദാലിക എന്നാൽ
ആ തൗഹീദിനും ഇസ്ലാമിനും എതിരായ വല്ലതും അവനിൽ വ്യക്തമായാൽ പിന്നെന്ത് ചെയ്യേണ്ടതില്ല, അവനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഓ നേരത്തെ മുസ്ലിം ആയിരുന്നു, പിന്നെ ഇസ്ലാമെന്ന് പുറത്തുപോയി. കാരണം അതിനെതിരായതുണ്ടായി. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവല്ലദീ ഖാല അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖാല ഉമിർതു അൻ ഉഖാതില الناس ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുവല്ലദീ ഖാല ഫിൽ ഖവാരിജ് ഐനമാ ലഖീതുമൂഹും. അവിടെ ലഖീതുമൂഹു എന്നുള്ളത് അത് ലഖ എന്നുള്ള ലഖീനാക്കണം, ഈ എന്നുള്ളത് യാനാക്കണം. അല്ല യാനാക്കണ്ട, ലഖീതുമൂഹും ഖാ എന്നുള്ള ലഖീനാക്കിയാൽ മതി. ഐനമാ ലഖീതുമൂഹും ഫഖ്തുലൂഹും ലഇൻ അദ്റക്തുഹും ലഅഖ്തുലന്നഹും ഖത്ല ആദിൻ മഅ കൗനിഹിം മിൻ അക്തരിൻ നാസി ഇബാദതൻ വതഹ്ലീലൻ വതസ്ബീഹൻ ഹത്താ അന്ന സ്വഹാബത യഹഖുറൂന സ്വലാത്തഹും ഇൻദഹു. അപ്പൊ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വദ്ദലീലു അലാ ഹാദ, അതിനുള്ള തെളിവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ സംരക്ഷിക്കണം. എന്നാൽ പറഞ്ഞതിനെതിരായി അവനിൽ നിന്ന് വല്ലതും ഉണ്ടായാൽ ആ സംരക്ഷണം ഒഴിവാക്കണം. അവൻ കാഫറാണ്, മുശ്രിക്കാണ്, അവനെ കൊല്ലാവുന്നതാണ്. അതിനുള്ള തെളിവ് എന്താ? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവല്ലദീ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞത്? ഉസാമനോട് ചോദിച്ച ചോദ്യമാണ്. അഖതൽതഹു, അവനെ നീ കൊന്നുവോ? ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം നീ അവനെ കൊന്നുവോ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ കൊല്ലാൻ പാടില്ല, അവനെന്ത് വേണം? വജബൽ കഫു ആണല്ലേ, അവനെ സംരക്ഷിക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തനെ നീ കൊന്നത് ശരിയായില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ മുസ്ലിമാണ്, ശരി. വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമിർതു അൻ ഉഖാതില الناس ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ ഹദീസ് എന്താ കിട്ടുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധം ചെയ്യാൻ പാടില്ല, ഓനെ മുസ്ലിമായി പരിഗണിക്കണം. ഇത് മുശ്രിക്ക് ഖുറാഫി പറയുന്നത് ശരി തന്നെ. എന്നാൽ ഹുവല്ലദീ ഖാല, മോള് പറഞ്ഞ രണ്ട് ഹദീസും പറഞ്ഞ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഇതും പറഞ്ഞത്. ഏത്? ഹുവല്ലദീ, അദ്ദേഹം തന്നെയാണ്. മോള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ കൊല്ലാൻ പാടില്ല, അവനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പറഞ്ഞവൻ എന്തിനു കൊന്നു എന്ന് ചോദിച്ച ഹുവല്ലദീ, അത് പറഞ്ഞവൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഖാല പറഞ്ഞത്. ആരെക്കുറിച്ച്? ഫിൽ ഖവാരിജി, ഖവാരിജികളെ കുറിച്ച്. അപ്പോ ആദ്യം പറഞ്ഞത് ശരി. ഇനി അതിനെതിരായി വല്ലതും ഉണ്ടായാൽ എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായിട്ട് പിന്നെ വല്ലതും ഉണ്ടായാൽ അത് പോയി. അതിന് തെളിവായി പറഞ്ഞ എന്താ? ഐനമാ ലഖീതുമൂഹും, നിങ്ങൾ അവരെ എവിടെ കണ്ടാലും ശരി, ഫഖ്തുലൂഹും, അവരെ നിങ്ങൾ കൊല്ലണം. ലൈൻ അദ്റക്തുഹും, ഞാൻ അവരെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ. ഖവാരിജികൾ എന്നാൽ അതിന്റെ ചരിത്രം തുടക്കം എന്താ വെച്ചാൽ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന, അദ്ദേഹത്തോടൊപ്പം നിന്ന് യുദ്ധം ചെയ്ത, അലി റളിയല്ലാഹു അൻഹും മുആവിയയായിട്ട് യുദ്ധം ഉണ്ടായല്ലോ, രണ്ടാളുകൾ തമ്മിൽ. രണ്ടാൾ സഹാബികളാണ്, രണ്ടമ്മിൽ പ്രശ്നമുണ്ടായി. അങ്ങനെ അലിന്റെ കൂടെ യുദ്ധം ചെയ്ത അവസാനം പിന്നെ ഖുർആൻ കുന്തത്ത് കുത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കണം, മധ്യസ്ഥം അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് സ്വീകരിക്കാൻ വേണ്ടി അലിൽ നിർബന്ധിച്ചു കൂടുള്ള ആളുകൾ. അലിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഇവരെന്ത് ചെയ്തു? നിർബന്ധിച്ചു. അങ്ങനെ അവസാനം യുദ്ധം നിർത്തി. പിന്നെ ഇവര് പാടുമാറി, ചെയ്ത് ശരിയായില്ല, അലി ചെയ്ത് ശരിയായില്ല, അള്ളാനെയാണ് വിധികർത്താവാക്കേണ്ടത്. ഇവരെന്ത് ചെയ്തു? ആളുകളെ വിധികർത്താവാക്കി. അപ്പൊ അത് ശരിയായില്ല. മറ്റൊരു മാത്രമല്ല, അള്ളാഹു അല്ലാത്ത ഒരാളെ വിധികർത്താവാക്കി. അപ്പൊ അത് കുഫറാണ്. ഈ ചെയ്തത് ശരിയായില്ല എന്ന് വേണ്ടതിൽ നിന്ന് മാറി നിന്ന് എന്നിട്ട് അവരെന്ത് ചെയ്തു? അലിക്ക് എതിരിൽ തിരിഞ്ഞു. മാത്രല്ല അലി അല്ലാഹു എന്താണ്? ഇസ്ലാമിന് പുറത്താണ് എന്ന് പറഞ്ഞിട്ട് അലിക്ക് എതിരിൽ തിരിഞ്ഞ ആളുകളാണ് ആര്? ഖവാരിജുകൾ. ഖവാരിജ് എന്നുള്ള വാക്കിനർത്ഥം ശരിക്കും ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ്. ഖാരിജ് എന്ന് പറഞ്ഞാൽ പുറത്തു പോയവൻ, ഖവാരിജ് പുറത്തു പോയവർ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടർത്ഥം പറയാം. നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്നത് മതത്തിൽ നിന്ന് പുറത്തു പോയവർ എന്നാണ്. എന്നാൽ അതിലേറെ അവരെ സംബന്ധിച്ചുകൊണ്ട് എന്താ? ഭരണാധികാരിക്കെതിരിൽ പുറത്തു വന്നവർ. ഇവിടെ ആർക്കതില്ല രംഗത്ത് വന്നത്? അലി ഭരണാധികാരി ഉലുല്ലംറാൻ, വലിയുല്ലംറാൻ. അപ്പൊ ആ ഉലുല്ലംറൻ അംഗീകരിക്കണം. ഉലുല്ലംറിൽ എതിരെ എന്ത് ചെയ്യാൻ പാടില്ല? കലാമുണ്ടാക്കാൻ പാടില്ല. ബലി അലി അല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ അലി അല്ലാഹു അൻഹുവിന്റെ ഇമാറത്തിനെ എതിർത്തുകൊണ്ട് അതിനെതിരിൽ രംഗത്ത് വന്നു.
അപ്പൊ അതാണ് ഖവാരിജ് എന്നാൽ വലിയ അംറിനെതിരിൽ കലാപവുമായി പുറപ്പെട്ടവർ. അതോടൊപ്പം അവരിൽ എന്തുണ്ടായിട്ടുണ്ട്? കുഫറിന്റെ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഖവാരിജ് എന്നാൽ ഓൻ തീർത്ത് എല്ലാ ഖവാരിജും ഇസ്ലാമിൽ നിന്ന് പുറത്താണോ മുർത്തദ്ദാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങളുടെ വേറെ ചർച്ച. അപ്പൊ ഈ രണ്ടർത്ഥവും പറയാണ്ട് ഇന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തായവർക്കും പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവർ ആദ്യം ചെയ്ത പണി? എന്താ? ഭരണാധികാരിക്ക് ഇതിൽ രംഗത്ത് വന്നു. അപ്പൊ ആ അർത്ഥത്തിലൊക്കെയാണ് എന്ത് ഖവാരിജുകൾ എന്ന് വരെ വെച്ച് പറയുന്നത്. അത് പിന്നെ പണ്ഡിതന്മാരങ്ങനെ ഫത്വ പറഞ്ഞിട്ടിട്ടുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. ബല പ്രവർത്തനത്തിൽ നമുക്കറിയില്ല. അതും അവരത്ത് വേറെയും പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പണ്ഡിതന്മാര് അവരെ കുറിച്ച് ഖവാരിജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകളെ കുറിച്ച് ഇങ്ങനെ വിഭാഗം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ ഹദീസുകളിലൂടെ എന്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞതും കാണാം. ആരെ കുറിച്ച്? ഖവാരിജുകളെ കുറിച്ച് പല പിന്നെ വിഷയങ്ങളും ഹദീസുകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ എന്താണ് പിന്നെ അത് ഇവരെ കുറിച്ചാണ്, ഖദരിയാക്കളെ കുറിച്ച്. ഇത് ഹദീസിന്റെ ബുഖാരിക്ക് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിന്റെ അവസാന ഭാഗമാണ് ഇപ്പൊ ഈ നമ്മളെ ബുക്ക് കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിന്റെ അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കാലത്തിന്റെ അവസാനത്തിൽ ചില ആളുകൾ വരും. ചെറുപ്പക്കാരായിരിക്കും, വലിയ ആൾക്കാരല്ല, യുവാക്കൾ. ഹദത്തുൽ അസ്നാൻ, പ്രായം കുറഞ്ഞ കുറച്ച് ആളുകൾ വരും. സുഫഹാഉൽ അഹ്ലാം, ചെറുപ്പക്കാരായിരിക്കും ഒന്ന്. രണ്ടാമത്തത് അവർ സുഫഹാഉൽ അഹ്ലാം, വിവേകമില്ലാത്ത വിവരദോഷികളായിരിക്കും. എടുത്തിയാട്ടക്കാരും വിവേകത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുമായിരിക്കും. യഖൂലൂന മിൻ ഖൗലി ഖൈരിൽ ബരിയ, ഖൈറുൽ ബരിയ എന്നാണ് സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽപ്പെട്ട കാര്യങ്ങളായിരിക്കും ഓല് പറയാ, ഖുർആനോതും ഹദീസ് ഓതും. പക്ഷെ യംറുഖൂന മിനൽ ഇസ്ലാം, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു കടന്നു പോകും. കമാ യംറുഖു സഹ്മു മിനർ റമിയ്യ, അമ്പേറ്റ മൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തു കടന്നു പോകുന്നത് പോലെ. ഒരു അമ്പ് ആ മൃഗത്തിൽ തങ്ങിക്കല്ല, ആ മൃഗത്ത് കൂടെ തുളച്ചു കയറിയത് അപ്പുറം ചാടിപ്പോകും. അതുപോലെ ഇവര് പുറത്തു പോകും എന്ന് പറഞ്ഞാൽ എന്താ? ഇവര് ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ ഉള്ളിലാണ്. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് ഈ അമ്പ് പുറത്തു കടന്ന പോലെ ഇസ്ലാമിന്റെ ഉള്ളിൽ കൂടി അപ്പുറത്തെ കടച്ചാടും. അപ്പുറത്ത് കാടിയ പിന്നെ അവിടെ പോയി കാഫറായി നടത്തും. ഒരു ഇസ്ലാമിന് പുറത്തു പോകുമ്പോൾ നബിന്റെ പ്രയോഗം നോക്കണം. അമ്പേറ്റ മൃഗത്തെ ചാടിപ്പോകുന്നത് പോലെ ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിപ്പോകും ആണ്. അതാ പറഞ്ഞത്, നബിന്റെ വാക്കാണ് പറയുക, ഹദീസാണ് പറയുക, ഇസ്ലാമിന്റെ പ്രമാണാണ് പറയുക. പക്ഷെ അതുപോലെ തന്നെ ചെറുപ്പക്കാരായിരിക്കും. പിന്നെ വിവരം ഉണ്ടാവില്ല, പിന്നെ വിവേകം ഉണ്ടാവില്ല. ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും, അവരുടെ വിശ്വാസങ്ങളെ വിട്ടേ ഉണ്ടാവുള്ളൂ, താഴോട്ട് ഇറങ്ങൂലാട്ടോ, മനസ്സിലുണ്ടാവില്ല. പിന്നെ അതിന്റെ ബാക്കിയാണ് പിന്നെ പറഞ്ഞത് ഫഅൈനമാ ലഖീതുമൂഹും, ഐനമാ ഈ വായിച്ച ഹദീസിലുണ്ട്. ഇവിടെ കൊടുത്ത ഐനമ ലഖിയന കണ്ടുമുട്ടി, ലഖീത്തും നിങ്ങൾ കണ്ടുമുട്ടി. ഐനമാ ലഖീതുമൂഹും, ഇപ്പറഞ്ഞ ആളുകളെ എവിടെ നിങ്ങൾ കണ്ടുമുട്ടിയാലും, ഐനമ എവിടെയാണോ അവിടെ, ലഖീത്തും നിങ്ങൾ കണ്ടുമുട്ടുന്നത്, ഹും അവരെ, ഇപ്പറഞ്ഞ ആളുകളെ നിങ്ങൾ എവിടെ കണ്ടുമുട്ടുന്നുവോ അവിടെ വെച്ച് ഫഖ്തുലൂഹും, അവരെ നിങ്ങൾ കൊല്ലുക. എവിടെ കണ്ടാലും അവരെ നിങ്ങൾ കൊല്ലണം. ലഇൻ അദ്റക്തുഹും, അദ്റക്കാന കണ്ടു, ലഇൻ അദ്റക്തുഹും, ഞാൻ അവരെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ, ഞാൻ അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ, ലഅഖ്തുലന്നഹും, ഞാൻ അവരെ കൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു. ഖത്ല ആദിൻ, ആദുകാരെ അള്ളാഹ് കൊന്നതുപോലെ, ആദ് ഗോത്രക്കാരെ അള്ളാഹ് നശിപ്പിച്ചതുപോലെ ഇവരെ ഞാൻ നശിപ്പിക്കുമായിരുന്നു. ഞാനങ്ങനെ കണ്ടിരുന്നു. നബി അറിയണം. അപ്പൊ നിങ്ങൾ കണ്ട നിങ്ങൾ കൊല്ലണം. ഞാനങ്ങനെ കാണുകയാണെങ്കിൽ ആദുകാരെ കൊന്നതുപോലെ എന്ത് ചെയ്യും, ഇവരെ ഒന്നടങ്കം ഞാൻ നശിപ്പിക്കും, കൊല്ലുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരിയുടെ ഹദീസാണ്. അപ്പോ ഈ ഇവിടെ തന്നെ പറയുന്നത് പറയാം, ഇവരെ കൊല്ലണം എന്നും ഞാൻ കണ്ട ഞാൻ കൊല്ലുമായിരുന്നു എന്ന് നബി പറഞ്ഞു. മഅ കൗനിഹിം, കൊല്ലണമെന്ന് നബി നിർദ്ദേശിച്ച ഈ ആളുകൾ കാന ആയി കൗന് ആകൽ, മഅ കൗനിഹിം അവർ ആയതോടൊപ്പം, മിൻ അക്സരിന്നാസി ജനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളവരായതോടൊപ്പം. എന്ത് കൂടുതലുള്ളത്? ഇബാദത്തൻ, ഏറ്റവും കൂടുതൽ ഇബാദത്തുള്ള ആളുകളായതോടൊപ്പം തന്നെ അവരെ കൊല്ലണം എന്ന് നബി പറഞ്ഞു. വതഹ്ലീലൻ, ഏറ്റവും കൂടുതൽ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നവരും, വതസ്ബീഹൻ, ഏറ്റവും കൂടുതൽ തസ്ബീഹ് ചെല്ലുന്നവരും,
ഹത്ത അന്ന സഹാബ, എത്രത്തോളം, ഹത്ത വരെ, അന്ന സഹാബത്തെ സഹാബികൾ, യഹ്ഖുറൂന, ഹഖറന നിസ്സാരമായി കാണുക, നിന്ദ്യമാക്കുക, യഹ്ഖുറൂന സ്വലാത്തഹും ഇൻദഹും, സഹാബികൾ യഹ്ഖുറൂന സലാത്തഹും, ആ സഹാബികൾ അവരുടെ നമസ്കാരത്തെ നിസ്സാരമായി കാണാറുണ്ടായിരുന്നു, ഇൻദഹും അവരുടെ അടുക്കൽ. ആരുടെ അടുക്കൽ? സലാത്തഹും എന്ന് പറഞ്ഞാൽ സഹാബികളുടെ നമസ്കാരത്തെ ചെറുതായി എന്നാൽ അവരുടെ നമസ്കാരത്തിൽ എടുക്കൽ. ആരുടെ? ഈ പറഞ്ഞ ഹവാരിജികളുടെ നമസ്കാരം കാണുമ്പോ സഹാബിക്ക് തന്നെ തോന്നിപ്പോ നമ്മളെ നമസ്കാരം ഇത്രയല്ലേ ഉള്ളൂ, ഓല എന്തൊരു നമസ്കാരമാണ് എന്ന് അത്രത്തോളം ഇതിൽ വന്നതാ. അല്ല, പിന്നെ സഹാബിക്ക് അങ്ങനെ തോന്നിയതാണ്. അത്രത്തോളം ഈമാൻ പ്രകടിപ്പിക്കുന്ന, കണ്ടാൽ ഈമാൻ തോന്നുന്ന, അത്രക്ക് ഇബാദത്തുള്ള, അത്രക്ക് നബിന്റെ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ഒക്കെ ആളുകളാണ് ആര്? ഈ ഹവാരിജികൾ. വഹും അവരാകട്ടെ തഅല്ലമൂ അവർ പഠിച്ചു, അൽ ഇൽമ ഇൽമു പഠിച്ചത് മിനസ് സഹാബികളിൽ നിന്നാണ്. ഫലം തൻഫഉഹും എന്നാൽ അവർക്ക് ഉപകാരപ്പെട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് ഉപകാരപ്പെട്ടില്ല. വലാ കസ്റത്തുൽ ഇബാദ, കസ്റത്തിനാൽ ആധിക്യം, വലാ കസ്റത്തുൽ ഇബാദ ഇബാദത്തിന്റെ ആധിക്യവും അവർക്ക് ഉപകാരപ്പെട്ടില്ല. വലദ്ദിആഉൽ ഇസ്ലാമി ഇസ്ലാമാണെന്ന വാദവും, വാദിക്കൽ, വലദ്ദിആഉൽ ഇസ്ലാം ഇസ്ലാമിന്റെ വാദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന വാദവും അവർക്ക് ഫലം ചെയ്തില്ല. ലമ്മാ ലഹറ മിൻഹും അവരിൽ നിന്ന് പ്രകടമായപ്പോൾ, മുഖാലഫത്തു ശരീഅ ശരീഅത്തിന് വിരുദ്ധമായ സംഗതി അവരിൽ നിന്ന് പ്രകടമായപ്പോൾ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞതോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെല്ലിയതോ എമ്പാടും ഇബാദത്തെടുത്തതോ അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടായില്ല, ചെയ്തില്ല. ഏത് പരാമർശം? ഇസ്ലാം പുറത്തു ചെയ്യുന്നു. ഇവരെല്ലാം എന്ത് ചെയ്യാം? ചോദിക്ക. അപ്പൊ നോക്കി ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ ഇപ്പൊ എന്താ തെളിവ്? ഇവലെ വാദം എന്താ? ഖുറാഫിന്റെ വാദം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ മുസ്ലിമാണ്, ഓനെന്ന് പുറത്തൂല. പക്ഷെ ഇവിടെ ഇയാള് പറഞ്ഞ മറുപടി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മുസ്ലിം തന്നെ, പക്ഷെ പറഞ്ഞതിന് ശേഷം അതിനെതിരായിട്ട് വല്ലതുണ്ടായാൽ ഓ മുസ്ലിം അല്ല. അപ്പൊ ആദ്യം രണ്ട് അതീത് കൊടുത്തു. ഉസാമൻ അതീത് പറഞ്ഞു, മറ്റേ പറഞ്ഞത് സംരക്ഷിക്കണം, ഓൻ ഇസ്ലാമായി അംഗീകരിക്കണം. ശരി. എന്നാൽ അതേ നബി തന്നെ എന്തു പറഞ്ഞു? ഖവാരിജികളെ കൊണ്ടാൽ കൊല്ലണമെന്നും ഞാൻ കണ്ടാൽ ആയതുകാരെ കൊന്നതുപോലെ കൊല്ലുമെന്നും നബി പറഞ്ഞു. ഈ ഖവാരിജികൾ ആരാ? അതവിടെ പറഞ്ഞു. ഒരു സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, ധാരാളമായി നമസ്കരിക്കുന്നവരാണ്, എമ്പാടും ദിക്റും ഒക്കെ ചെല്ലുന്നവരാണ്. നബി തന്നെ പറഞ്ഞു എന്താണ്? അവര് പിന്നെ അല്ല, നബിന്റെ ഹദീസ് ഉദ്ധരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായിരിക്കും അവർ പറയുക. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലണം എന്ന്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം എന്നിട്ട് ഏതാ അവിടെ അവസാനം പറഞ്ഞു? ലമ്മാ ലഹറ മിൻഹും മുഖാലഫത്തു ശരിയ ശരീഅത്തിന് വിരുദ്ധമായ സംഗതി അവരിൽ നിന്നുണ്ടായപ്പോൾ ഈ പറഞ്ഞ കാര്യമൊന്നും അവർക്ക് ഫലം ചെയ്തില്ല. വിരുദ്ധത പറഞ്ഞ തന്നെ ഒന്ന് ഭരണാധികാരിക്ക് ഇതിൽ രംഗത്ത് വന്നു. പിന്നെ അവരുടെ ഈമാൻ എന്തല്ല, മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. നബി പറഞ്ഞല്ലോ മനസ്സിലേക്ക് ഇറങ്ങൂല, തൊള്ളോട് പറയലേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വരെ വിശ്വാസത്തിലുണ്ട്. അതുപോലെ വാദപ്രകാരം മുഅ്മിൻ കാഫിർ രണ്ട് കാറ്റഗറിയേ ഉള്ളൂ. മുഅ്മിൻ കാഫിർ, അതായത് പാപം ചെയ്തവൻ ഓൻ എന്തല്ല, മുസ്ലിം അല്ല, ഓൻ കാഫറാണ്. ഒരുത്തൻ കള്ളുടിച്ചു, വ്യഭിചരിക്കുന്നു, ഓൻ എന്തല്ല, ഓൻ ലാ ഇലാഹ പറഞ്ഞാലും മുസ്ലിം അല്ല, ഓൻ കാഫറാണ്. പോണെന്ന് പറയണം ജില്ലയില് അവരെ വിശ്വാസമാണ്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താ? മുസ്ലിം മുഅ്മിനുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ഉണ്ട്, കാഫിറുണ്ട്, ഫാസിഖുണ്ട്. ഫാസിഖാരാ? പാവം ചെയ്യുന്ന, ഈമാനുണ്ട്, തൗഹീദുണ്ട്, അതോടൊപ്പം എന്ത് സംഭവിക്കുന്നു? തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നു. തെറ്റുകുറ്റം, ശിർക്കും കുഫറും അല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്തവൻ ഓ മുസ്ലിമാണ്, അതോടൊപ്പം ഫാസിഖുമാണ്. ഖവാരിജികളുടെ വാദം അനുസരിച്ച് ഒന്നുകിൽ മുസ്ലിം അല്ലെങ്കിൽ കാഫിർ. അപ്പൊ പാപം ചെയ്തവൻ ഓൻ ഇസ്ലാമല്ല, ഓൻ കാഫിർ തന്നെ. അപ്പൊ ആ ആശയം ഖുർആന്റെ തത്വത്തിനെതിരാണ്, ശരീഅത്തിനെതിരാണ്. ഇങ്ങനെ ഒരുപാട് വാദങ്ങളുണ്ട്. അതാണ് ഇവിടെ ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അവരിന്നുണ്ടായപ്പോൾ എന്ന് പറഞ്ഞത്.
അത് അതിന്റെ കുറെ ഭാഗങ്ങള് നാള് ചാവക്കാട് വാടാനപ്പള്ളി എന്ന ക്ലാസ്സിൽ നടത്തിയിരുന്നു. ഇതിൽ കാണുന്നത് وكذلك ما ذكرناه من قتال اليهود وقتال الصحابة بني حنيفة. അപ്പൊ അത് മനസ്സിലായില്ലേ? ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ശരി, എന്നാൽ അതിനെതിരുണ്ടായാൽ അപ്പൊ രണ്ടിനും എന്തിന് തെളിവുണ്ട്? നബി തെളിവുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോട് മാത്രം രക്ഷപ്പെടുമെങ്കിൽ ഖവാരിജ വിളിക്കുന്നില്ല, നബി കൊല്ലൂല. മാത്രമല്ല അലിയല്ലാഹുവിന്റെ പേരെ മുഴുവൻ യുദ്ധം ചെയ്ത് കൊന്നു തീർത്തുന്നാണ്, നശിപ്പിച്ചെന്നാണ്. പിന്നീട് വലിയ ഹറൗറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് സംഘടിച്ചു അലിക്കെതിരിൽ. അലി അവരെ മുസ്ലിങ്ങൾ പട്ടാളക്കാരുമായി ചെന്നിട്ട് എന്ത് ചെയ്തു? ഇവരെ മുഴുവൻ കൊന്നു, യുദ്ധത്തിൽ തോൽപ്പിച്ചു ഖവാരിജകളെ. എന്താണ് നെഹ്റുവാൻ യുദ്ധം. وكذلك ما ذكرناه من قتال اليهود وقتال الصحابة بني حنيفة. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് ഖവാരിജികളെ കുറിച്ച് നബി പറയുകയും അല്ലാഹു കൊന്നതും ഇതുപോലെ തന്നെയാണ്. മാ ദക്കർനാഹു, നാം പറഞ്ഞ കാര്യം, മിൻ ഖിതാലിൽ യഹൂദി, യഹൂദികളോടുള്ള യുദ്ധത്തെ സംബന്ധിച്ച് നാം പറഞ്ഞത്. മിൻ ഖിതാലിൽ യഹൂദ്, യഹൂദികളോടുള്ള യുദ്ധത്തെ സംബന്ധിച്ച് നാം പറഞ്ഞത് നേരത്തെ വിശദീകരിച്ചു. ഏതാ മുന്നത്തെ മറുപടി ഇത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലോ അതിന്റെ മറ്റേ ക്ലാസ്സിലോ. അതെന്താ? ബലവാദം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മുസ്ലിമായി. നേരത്തെ മറുപടി കണ്ടിട്ടുണ്ട്, ആ കൂട്ടത്തിൽ വിശേഷിച്ചിട്ടുണ്ട്. ദൂതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ലേ? മൂസാ നബി പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, തൗഹീദ് പറഞ്ഞിട്ടുണ്ട്. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട മൂസാ നബി പ്രവാചകനാണ് എന്നൊരു ബന്ധപ്പെട്ട വേദഗ്രന്ഥം അവർ അംഗീകരിച്ചിട്ടുണ്ട്. പരലോകമുണ്ട് എന്നവർ വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ ജൂതന്മാരുടെ നബി യുദ്ധം ചെയ്തത്? ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് യുദ്ധം ചെയ്തു? ഉസൈറിനെ എന്ത് ചെയ്തു? ആരാധിച്ചു. മുഹമ്മദ് നബിയെ എതിർത്തു. വഖിതാലി സഹാബത്തി ബനി ഹനീഫ, ഇത് നേരത്തെ പറഞ്ഞൊക്കെ ചുരുക്കി പറയാൻ. വഖിതാലി സഹാബത്ത് യുദ്ധം ചെയ്തതും ഈ പറഞ്ഞ ഇവർക്കുള്ള മറുപടിയിൽപ്പെട്ടതാണ്. ആരോട് യുദ്ധം ചെയ്തത്? ബനി ഹനീഫ, ബനു ഹനീഫക്കാരോട് യുദ്ധം ചെയ്തത്. ആരെ ബനു ഹനീഫ? നേരത്തെ ഏതാ? മുസൈലിമന്റെ ആളുകൾ. മുസൈലിമ പ്രവാചകനാണെന്ന് വാദിച്ചു. ആ മുസൈലിമയുടെ ബനു ഹനീഫ ഗോത്രക്കാരോട് സഹാബികൾ യുദ്ധം ചെയ്തു. ബനു ഹനീഫക്കാരായിരുന്നു? സഹാബികളെ കണ്ടവരാണ്, പഠിച്ചവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, നബി അംഗീകരിച്ചവരാണ്, ഖുർആൻ അംഗീകരിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് യുദ്ധം ചെയ്തു. എന്തുകൊണ്ടാ? അതിനെതിരായ സംഗതികളിൽ നിന്നുണ്ടായി. പ്രവാചകത്വം വാദിച്ചവൻ അംഗീകരിച്ചു. വകദാലിക, അതുപോലെ തന്നെയാണ് അറാദ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഗ്സുവ ബനിൽ മുസ്തലഖ്, ബനുൽ മുസ്തലഖ് ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചു. വകദാലിക, ഈ പറഞ്ഞ സംഭവം പോലെ തന്നെ അറാദ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഉദ്ദേശിച്ചു അൻ യഗ്സുവ, യുദ്ധം ചെയ്യാൻ. ആരോട്? ബനിൽ മുസ്തലഖ് ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ നബി ഉദ്ദേശിച്ചു. ലമ്മ, എപ്പോൾ? അഖ്ബറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ, റജുലും മിൻഹും, അവരിൽപ്പെട്ട ഒരാൾ നബിയോട് പറഞ്ഞത്, അന്നഹും, അവർ, ആര്? ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ, മനഉ സകാത്ത, അവർ സകാത്ത് തടഞ്ഞിരിക്കുന്നു, സകാത്ത് തരികയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നബിയെ അറിയിച്ചപ്പോൾ, ഹത്ത അൻസലല്ലാഹ്, അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു എന്ന് പറയുന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇൻ ജാഅക്കും, നിങ്ങളടുക്കൽ വന്നാൽ, ഫാസിഖുൻ, വല്ല ഫാസിഖും വന്നാൽ, ബിനബഇൻ, വല്ല വാർത്തയും, വല്ല നബ് ഖബർ, വാർത്ത, വല്ല വിവരവുമായി ഏതെങ്കിലും ഫാസിഖ് തമ്മാടി നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ, ഫതബയ്യനൂ, നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ സൂറത്തുൽ നിസാലത്ത് പറഞ്ഞ ഫതബയ്യനൂ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിച്ച് ഉറപ്പുവരുത്തണം, അതിന്റെ തെളിവ് അന്വേഷിക്കണം. അതാണ് ബയാൻ. ഫതബയ്യനൂ, അപ്പോൾ നിങ്ങൾ തെളിവ് അന്വേഷിക്കണം, ബയ്യനത്ത് അന്വേഷിക്കണം. ഓൻ പറഞ്ഞ അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? വിശ്വസിക്കാൻ പാടില്ല. ഓൻ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് തെളിവ് അന്വേഷിക്കണം എന്ന ആയത്ത് അവതരിപ്പിച്ചു. വകാന റജുലു, അയാളായിരുന്നു, കാദിബൻ അലൈഹിം, അവരെ കുറിച്ച് കളവ് പറഞ്ഞവനായിരുന്നു. ആര്? ബനു മുസ്തലഖുകാരെ കുറിച്ച് ഒരു സക്കാത്ത് തരൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നബിയോട് വന്ന് പറഞ്ഞ ആള്. അയാൾ ആരാ? അയാൾ സത്യം പറഞ്ഞല്ല. കാദിബൻ അലൈഹിം, അവരെ കുറിച്ച് കളവ് പറഞ്ഞവനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബനു മുസ്തലഖുകാരുടെ അടുക്കലേക്ക് സക്കാത്ത് ഇരിക്കാൻ വേണ്ടി നബി ആളുകളെ അയച്ചു. അപ്പോ പോയ ആളെന്ത് ചെയ്തു? ഒരു സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നബിയോടൊന്ന് വിവരം പറഞ്ഞു. അപ്പൊ നബി അത് വിശ്വസിച്ചുകൊണ്ട് നബി അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. അപ്പോ ഇയാൾ പറഞ്ഞത് കളവായിരുന്നു. അപ്പൊ എന്താണ്?
യാലതിനാമനു ഇഞ്ചാക്കും ഫാസിക്കും വല്ല തമ്മാടിയും വല്ല വിവരവുമായി നിങ്ങൾക്ക് വന്നാൽ പറഞ്ഞാകാന്ന് വിശ്വസിക്കരുത്. ഫതബയ്യനു പറഞ്ഞത് ശരിയാണെന്ന് തെളിവ് അന്വേഷിക്കണം. കേട്ടതാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇവിടെ ഇപ്പൊ ഈ വിഷയത്തിലുള്ള തെളിവെന്താ? ഈ വരൽ മുസ്തലക്കുകാര് മുസ്ലിങ്ങളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നബിയെ അംഗീകരിച്ചിട്ടുണ്ട്, ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്, നിസ്കരിക്കുന്നവരാണ്, എല്ലാം ചെയ്യുന്നു. പക്ഷെ എന്ത് സക്കാത്ത് തരൂല എന്ന് പറഞ്ഞു. അപ്പൊ സക്കാത്ത് തരൂല എന്ന് പറഞ്ഞതോടുകൂടി ഓലെന്തായി? അല്ല, കളവാ നബിയ നബി ശരിയാണെന്നേക്കാൾ യുദ്ധം നബി അത് ശരിയാണെന്നുള്ളവർക്ക് അവരുടെ യുദ്ധം തീരുമാനിച്ചു. അപ്പൊ യുദ്ധത്തിൽ തീരുമാനിച്ചും എന്ത് മാത്രം? സക്കാത്തിന്റെ വിഷയം മാത്രം. അപ്പൊ എന്താ, ഒരു കാര്യം ശരീഅത്തിന് വിരുദ്ധമായ കാര്യം ചെയ്താൽ എന്തായി? അപ്പൊ അത് സക്കാത്ത് തടഞ്ഞു, സക്കാത്ത് തരില്ല, അത് ഞങ്ങൾ തരേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ കിട്ടിയ വാർത്ത കളവായിരുന്നത് വേറെ വിഷയം. അപ്പൊ ഇവിടെ നബി യുദ്ധത്തിന് ഒരുങ്ങി എന്നതാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതിൽ ചില റിപ്പോർട്ടുകളിലൊക്കെ ദുർബലത ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ പല റിവായത്തുകളോടും വന്നതാണ്, അത് മൊത്തത്തിൽ അംഗീകരിക്കാവുന്നതാണ് എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സംഭവം കാണാം, മനോരിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വകുല്ലു ഹാദ, ഇപ്പറഞ്ഞതെല്ലാം യദുല്ലു സൂചിപ്പിക്കുന്നു അന്ന മുറാദൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അഹാദീഥി അല്ലത്തി ഇഹ്തജ്ജു ബിഹാ മാ ദക്കർനാഹു. വകുല്ലു ഹാദ യദുല്ലു, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അലാ അന്ന മുറാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം ഫിൽ അഹാദീഥി അല്ലത്തി ഇഹ്തജ്ജു ബിഹാ, ഫിൽ അഹാദീഥി ഹദീസുകളിലുള്ള നബിയുടെ ഉദ്ദേശം, അല്ലത്തി ഏത് ഹദീസ്? ഇഹ്തജ്ജു, ഇഹ്തജ്ജനാൽ ഹുജ്ജത്ത് പിടിക്കുക, തെളിവ് പിടിക്കുക. ഇഹ്തജ്ജു അവർ തെളിവ് പിടിച്ചിരിക്കുന്നു ബിഹ ഈ ഹദീസുകളെ. ആര്? ഇവിടെ അവർ തന്നെ ആരാ? ആര് തെളിവ് പിടിച്ചു? അല്ല, ഈ ഹദീസൊക്കെ ഇപ്പൊ ആരാ തെളിവാക്കിയത്? നേരത്തെ പറഞ്ഞ ഉസാമന്റെ ഹദീസും ഉമിർതൻ ഉഖാത്തിലന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഹദീസൊക്കെ ആരാ തെളിവ് പിടിക്കുന്നത്? മുശ്രിക്കുകൾ തെളിവാക്കുന്നു. ലാ ഇലാഹ എന്ന് പറഞ്ഞവൻ മുസ്ലിമാണ്, ഓൻ പിന്നെന്താവൂല? കാഫിറാവൂല എന്നവർ തെളിവെടുക്കുന്നു. അതവിടെ പറഞ്ഞത് വകുല്ലു ഹാദാ യദുല്ലു, നമ്മൾ ഈ പറഞ്ഞതെല്ലാം സൂചിപ്പിക്കുന്നു അന്ന മുറാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം ഫിൽ അഹാദീസില്ലത്തി ഇഹ്തജ്ജു ബിഹാ, ഇവര് ഈ മുശ്രിക്കുകൾ തെളിവാക്കിയ ഹദീസുകളിലുള്ള നബിയുടെ ഉദ്ദേശം എർനാഹു, നാം പറഞ്ഞതാണ് നബിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ നബി ഉദ്ദേശിച്ചാണ് നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹദീസിൽ ആർക്ക് തെളിവില്ല? മുശ്രിക്കിന് തെളിവില്ല. ഈ ഖുറാഫി മുശ്രിക്കിന് തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം മാ ദക്കർനാഹു, നമ്മൾ ഈ പറഞ്ഞ കാര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ മുസ്ലിം, ശരി. എന്നാൽ പറഞ്ഞവൻ പിന്നൊരിക്കലും കാഫിറാവൂല എന്നതിന് കിട്ടൂല. കാരണം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്ത് മനസ്സിലാക്കാം? അതിനെതിരായ സമ്മതി ഉണ്ടായാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഖുറാഫിക്കയില് തെളിവില്ല എന്നതാണ്. വകുല്ലു ഹാദാ യദുല്ലു, ഇതെല്ലാം സൂചിപ്പിക്കുന്നു അന്ന മുറാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം ഫിൽ അഹാദീസില്ലത്തി ഇഹ്തജ്ജു ബിഹാ, ഇവരിൽ നബിയുടെ ഉദ്ദേശം ഇവരുദ്ദേശിച്ചതല്ല, മറിച്ച് മാ ദക്കർനാഹു, നമ്മൾ മുകളിൽ പറഞ്ഞ സംഗതിയാണ്. വലഹും ശുബ്ഹത്തുൻ ഉഖ്റ വഹിയ മാ ദക്കറ നബി അന്നാസ യൗമൽ ഖിയാമ യസ്തഗീഥൂന ബി ആദം സുമ്മ ബി നൂഹിൻ സുമ്മ ബി ഇബ്രാഹിമ സുമ്മ ബി മൂസ സുമ്മ ബി ഈസ. ഇനി വേറെ സംഭവം പറയാം. ഇത് നമ്മുടെ നാട്ടിൽ ഖുറാഫി പറഞ്ഞ തെളിവാ. വലഹും അവർക്കുണ്ട്. ആർക്കുണ്ട്? മുശ്രിക്കുകൾക്കുണ്ട്. ഏത് മുശ്രിക്ക്? ഖുറാഫി മുശ്രിക്ക്. ലഹും ശുബ്ഹത്തുൻ, അവർക്കൊരു സംശയമുണ്ട്. ഉഖ്റ, വേറെ ഒരു സംശയമുണ്ട്. വഹിയ, ആ സംശയം എന്താ? മാ ദക്കറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നാൽ നബി പറഞ്ഞ ഹദീസാണ് അവരുടെ സംശയം, എന്നാ അവരുടെ ന്യായം. എന്താ ഹദീസ്? ഹദീസിന്റെ ആശയം അവിടെ കൊടുക്കുന്നത് അന്നന്നാസ യൗമൽ ഖിയാമ, ജനങ്ങൾ ഖിയാമത്ത് നാളിൽ യസ്തഗീഥൂന ബി ആദമ, അവർ ആദമിനെ കൊണ്ട് ഇസ്തിഗാസ നടത്തും. യസ്തഗീഥൂന, അവർ ഇസ്തിഗാസ നടത്തും ബി ആദം, ആദമിനെ കൊണ്ട്. സുമ്മ ബി നൂഹിൻ, പിന്നെ നൂഹിനെ കൊണ്ട്. സുമ്മ ബി ഇബ്രാഹിമ, പിന്നെ ഇബ്രാഹിം നബിയെ കൊണ്ട്. സുമ്മ ബി മൂസ, പിന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ കൊണ്ട്. സുമ്മ ബി ഈസ, പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട്. ഇവരെ കൊണ്ടെല്ലാം അവരെന്ത് ചെയ്യും? പരലോകത്ത് മഹ്ശറിൽ വെച്ച് ജനങ്ങൾ ഇസ്തിഗാസ നടത്തും. ഫകുല്ലുഹും, അപ്പോൾ അവരെല്ലാം, ആരെല്ലാം? ഈ നബിമാരെല്ലാം യഅ്തദിറു, അവരൊക്കെ ഉദ്ർ പറയും, കാരണം പറയും, ന്യായം പറയും. എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് അതിന് കഴിയില്ല, ഞങ്ങൾക്ക് ഇന്നെ കുഴപ്പങ്ങളുണ്ട് എന്ന് ഓരോരുത്തരും എന്ത് ചെയ്യും?
ഒഴിഞ്ഞു മാറും. ഞങ്ങൾ തന്നെ വിഷമത്തിലാണ് എന്നിട്ട് ഒഴിഞ്ഞു മാറും. ഹത്താ യന്തഹൂ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചേരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇവരത്തൊക്കെ പോയി ഓല് പറയും ഇന്നാളത്ത് ഉപയോഗിക്കും, ഇന്നാളത്ത് ഉപയോഗിക്കും, ഇന്നാളത്ത് ഉപയോഗിക്കുക. അവസാനം ആരത്തിലേക്ക് പോകാൻ പറയും? മുഅ്മിനീങ്ങൾക്ക്. അതാണ് എല്ലാരും എതിർ പറയും. അങ്ങനെ അവസാനം ഹത്താ യന്തഹൂ, ഇൻതഹ എന്ന് പറഞ്ഞാൽ വിരമിക്കുക, അവസാനിക്കുക, എത്തിച്ചേരുക. അവിടത്തെ അർത്ഥം എത്തിച്ചേർന്നാണ്. നിഹായത്തിലെത്താൻ, നിഹായത്തിനാൽ എൻഡ് എന്നർത്ഥം. എൻഡിലെത്തി. ആ ഇൻതഹ ഇല റസൂലില്ല, ഇവിടെ അക്ക കഴിഞ്ഞ അവസാനം എന്റേതാ മുഹമ്മദ് നബിയാണ്, പ്രവാചകന്മാരിലെ അവസാനത്തവൻ. അപ്പോ ഓരോത്തൊക്കെ പോയി ഇഷ്ടല്ല, അവസാനം ചെയ്യും ഹത്താ യന്തഹൂ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തും. ഖാലു, എന്നിട്ട് അവർ പറയും ഫഹാദാ യദുല്ലു അല ഖാലു, നബിയുടെ അടുക്കൽ എത്തുന്നതിനാൽ നബിനോട് ഇവർ ആവശ്യപ്പെടും. നബി എന്ത് ചെയ്യും? സുജൂദ് കിടക്കും, അള്ളാഹിനോട് പ്രാർത്ഥിക്കും. ഇവിടെ എന്തിനാണ് ഇവര് പറയണത്? സ്വർഗത്തിലാക്കാൻ നരകത്തിലാക്കാനല്ല. എന്താ വിളിക്കുന്നത്? വിചാരണ നടത്താനാണ്. വിചാരണ അല്ലാതെ ഇങ്ങനെ നീണ്ടുപോയി ഇടങ്ങാറാവുമ്പോ ആളുകൾ ഇത് തീരുമാനാക്കാൻ വേണ്ടി അള്ളാഹിനോട് ആവശ്യപ്പെടാനാണ് ജനങ്ങൾ ഈ പ്രവാചകന്മാരൊക്കെ പറയുന്നത്. അവസാന നബി എടുക്കരുത്. അങ്ങനെ നബി സുജൂദ് കിടന്ന് ചെയ്യുന്നത് നബി. അപ്പൊ നബിന്റെ ശഫായത്തിൽ ഉദുമ അവിടെ നടക്കുന്നത്. അപ്പൊ ആ ഹദീത്താണ് ഇവിടെ ഹദീത്തിന് ചുരുക്കം കൊടുത്തതാണ്. ഈ ഹദീത്ത് വെച്ചിട്ടാണ് ഖുറാഫി പറയുന്നത് എന്ത്? പരലോകത്ത് ജനങ്ങൾ പ്രവാചകന്മാരോട് ഇസ്തിഗാസ നടത്തുന്നു. അപ്പൊ ഇവിടെയും എന്ത് ചെയ്യാം? പ്രവാചകന്മാരോടും ഔലിയാക്കന്മാരോടും ഇസ്തിഗാസ നടത്താം. ഇത് ഇപ്പം മുഹമ്മദ് വഹാബ് കൊടുത്തതാണ്. നമ്മുടെ നാട്ടിലെ ഖുറാഫി ഇതേ തെളിവ് തന്നെ പറയല്. ഖാലു, ഖുറാഫികൾ പറയുന്നു ഫഹാദാ യദുല്ലു, ഈ ഹദീസ് സൂചിപ്പിക്കുന്നു അലാ അന്നൽ ഇസ്തിഗാസത ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ ലൈസത് ശിർക്കൻ, അത് ശിർക്കല്ല എന്ന് ഖുറാഫി പറയുന്നു. ഇല്ലേ? കാരണം എന്താ? പരലോകത്തന്നെ ഇസ്തിഗാസ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ പറ്റാത്തത്? അപ്പൊ നബിമാരോട് ഈ പറഞ്ഞ ആളുകളൊക്കെ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരാണ്. അപ്പൊ ആ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരോട് ഇസ്തിഗാസ നടത്തിയെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരോട് ഇസ്തിഗാസ നടത്തിക്കൂടെ? അങ്ങനെ ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല എന്ന് ഇവർ പറയുന്നു. ഇതാണ് ഖുറാഫിന്റെ സംശയം. വൽ ജവാബു അൻ നഖൂല, അതിനുള്ള മറുപടി അൻ നഖൂല, നമ്മൾ ഇങ്ങനെ പറയലാണ്. സുബ്ഹാനമൻ തബഅ അലാ ഖുലൂബി അഅദാഇഹി, എന്താ? സുബ്ഹാനമൻ, ഒരുത്തൻ എത്ര പരിശുദ്ധൻ, തബഅ അവൻ മുദ്ര വെച്ചിരിക്കുന്നു, അലാ ഖുലൂബി അഅദാഇഹി അവന്റെ ശത്രുക്കളുടെ ഹൃദയത്തിൽ. അതാരാ? ആരെ കുറിച്ച് പറഞ്ഞു? അള്ളാഹിനെ കുറിച്ച്. അള്ളാഹു എത്ര പരിശുദ്ധൻ, അള്ളാഹു മുദ്ര വെച്ച് കളഞ്ഞിരിക്കുന്നു അലാ ഖുലൂബി അഅദാഇഹി അള്ളാഹിന്റെ ശത്രുക്കളുടെ ഹൃദയത്തിന്. എന്നാൽ അവിടെ ഖുറാഫിന്റെ ഹൃദയത്തിന് അള്ള സീല് വെച്ചുകൊണ്ടാണ് ഈ ജാതി ന്യായം പറഞ്ഞ അർത്ഥം. അപ്പൊ ആ സീല് വെച്ച അള്ള അത്ര പരിശുദ്ധൻ. കാരണം ഇത് ഖുറാഫി മനസ്സിലായിട്ട് പറഞ്ഞല്ലോ, മാ ഫഹിമു വലൻ യഫ്ഹമു, അവർ മനസ്സിലായില്ല, എന്നോട് മനസ്സിലാക്കൂല എന്നില്ല. അപ്പോ ഒന്നാമത്തെ ഇവരുടെ ഹൃദയത്തിലൊക്കെ അള്ളാഹ് ചെയ്തിട്ടുണ്ട്, സീല് വെച്ചിട്ടുണ്ട്, അള്ളാഹു അത്ര പരിശുദ്ധൻ. ഫഇന്നൽ ഇസ്തിഗാസത ബിൽ മഖ്ലൂഖി ഫീമാ യഖ്ദിറു അലൈഹി അൽ ഇസ്തിഗാസത്തു ഫൈനൽ ഇസ്തിഗാസത, തീർച്ചയായും ഇസ്തിഗാസ സഹായം തേടുക എന്ന് പറയുന്നത് ബിൽ മഖ്ലൂഖി, മഖ്ലൂഖിനെ കൊണ്ട്, മഖ്ലൂഖനാൽ സൃഷ്ടി, ബിൽ മഖ്ലൂഖി സൃഷ്ടിയോട് ഇസ്തിഗാസ നടത്തുക എന്നുള്ളത് ഫീമാ യഖ്ദിറു അലൈഹി, ഫീമ ഒരു കാര്യത്തിൽ, യഖ്ദിറു അയാൾക്ക് കഴിയുന്നു, അലൈഹി അതിന്, ഖദറ അലാന്ന് ഉപയോഗിക്കുക, സാധിക്കുക എന്നുള്ളത്. ഇപ്പൊ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാൽ ഖദീറുൻ അലാ കുല്ലി ഷൈഇൻ, ഖദറ അതിന്റെ കൂടെ അല ചേർക്കും. അതാണ് ഇവിടെ യഖ്ദിറു അലൈഹി, ഫീമാ യഖ്ദിറു അലൈഹി അയാൾക്ക് കഴിയുന്ന കാര്യത്തിൽ. ഇവിടെ നമ്മളെ കോക്കസാർ പറഞ്ഞ ഖാദിറായ ഹാദിറും ഖാദിറും തന്നെ കളിയാക്കണ്ടല്ലോ, ഹാദിറും ഖാദിറും ഹയ്യും തന്നെ കളിയാക്കല്ലേ. പിന്നെ മറ്റേ ആളൊന്നും കൂട്ടി എന്താണ് മുസ്ലിം എന്നാണ്. ഫൈനൽ ഇസ്തിഗാസത ബിൽ മഖ്ലൂഖി, മഖ്ലൂഖിനോട് സൃഷ്ടിയോട് ഇസ്തിഗാസ നടത്തുക എന്നുള്ളത് ഏത് കാര്യത്തിൽ? ഫീമാ യഖ്ദിറു അലൈഹി, ഇവിടെ യഖ്ദിറു എന്നാരാ? ഈ മഖ്ലൂഖ്. സൃഷ്ടിക്ക് കഴിയുന്ന കാര്യത്തിൽ സൃഷ്ടിയോട് ഇസ്തിഗാസ നടത്തുക എന്നുള്ളത് ലാ നുൻകിറുഹ, ചെയ്തു പറയാൻ, ലാ നുൻകിറു നാം നിഷേധിക്കുന്നില്ല ഹ ആ ഇസ്തിഗാസയെ. കഴിയുന്ന കാര്യത്തിൽ സൃഷ്ടിയോട് ഇസ്തിഗാസ നടത്തുന്നതിനെ നമ്മൾ എതിർക്കുന്നില്ല. ഇവിടെ വേറൊരു കാര്യമുണ്ട്, എന്താ? ഇസ്തിഗാസ ഉണ്ട്, ഇസ്തിഗാസ ശിർക്കാകുന്നതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്.
ശിർക്കാകുന്നത് എപ്പോഴാ? അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം അള്ളാഹു അല്ലാത്ത ഒരുത്തനോട് ചോദിക്കുമ്പോൾ എന്തായിത്തീരുന്നു? ശിർക്കാകുന്നു. അള്ളാഹു അല്ലാത്ത ആളുകൾക്കും കഴിയുന്ന കാര്യം ആ കഴിയുന്ന ആളുകളോട് ചോദിച്ചാൽ എന്തല്ല? ശിർക്കല്ല. ഇവിടെ പിന്നെ നമ്മളെ ഈ ചർച്ചിന് ഈ ആയിബാദന്റെ ചർച്ച വന്നപ്പോ പിന്നെ ഇത് നമ്മൾ പണ്ടേ പറഞ്ഞു വരുന്ന നിർവചനമുണ്ട്. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യം, അല്ലെങ്കിൽ മനുഷ്യർക്ക് കഴിയാത്ത കാര്യം. പിന്നെന്തെന്ന് പറയല്? സൃഷ്ടികളുടെ കഴിവിൽ പെടാത്ത കാര്യം. രണ്ടും നമ്മളെ നേതാക്കന്മാര് മുമ്പ് തൗഹീദ് ശിർക്കും വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളതും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ കഴിവിനപ്പുറം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ കോൺഗ്രസ്സുകാർ വിശദീകരിച്ച എന്താ? നമ്മൾ മനുഷ്യ കഴിവ് എന്ന്, സൃഷ്ടികളുടെ കഴിവ് എന്ന് പറഞ്ഞത് എന്താണ്? മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടാണ്. നമ്മളെ നാട്ടില് മനുഷ്യന്മാരാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യന്മാരായ ഔലിയാക്കന്മാരെ ആരാധിക്കുന്നു, ദുആ ചെയ്യുന്നു. അപ്പോ സൃഷ്ടികൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പുതുതായിട്ട് കടത്തിക്കൂട്ടി കൊണ്ടുവന്നതാണ്. പറഞ്ഞ മനസ്സിലായോ? സൃഷ്ടി അപ്പോഴാണ് മറ്റേ ആന വലിച്ച ആനയോട് മരം വലിക്കാൻ പറഞ്ഞാൽ ശിർക്കാവില്ലെന്നൊക്കെ തല ചോദിച്ചില്ലേ? ആന എന്തല്ല? മനുഷ്യനല്ല. ആന എന്താ? സൃഷ്ടിയാണ്. അപ്പൊ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ചോദിച്ചാൽ ശിർക്കാവും എന്നാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ എന്തിനാ ഇവര് വ്യാഖ്യാനിക്കുന്ന? എന്തിനാ ജിന്നിനോട് കഴിവിൽ പെട്ടതാകട്ടെ പെടാത്തതാകട്ടെ ോട് ചോദിച്ചാൽ എന്തായി? ശിർക്കായി. മറ്റേ നമ്മളെ അക്ബർ സാഹിബ് ഇയാക്കനാബുദൂല് അതിൽ ഇയാക്കനാബുദൂ ഇയാക്കന സ്ഥഴീൻ എന്നതിൽ ആര് മാത്രമേ ഇവിടെ ഉള്ളൂ ഒഴിവായിട്ടുള്ളൂ? മനുഷ്യനെ മാത്രമേ അന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ എന്ന് മൂപ്പർ ദുർവ്യാഖ്യാനിച്ചും ഈ പൊട്ടത്തരം കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ സൃഷ്ടികളുടെ, മനുഷ്യന്റെ കഴിവിനപ്പുറത്തുനിന്നല്ല, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത്. ഇത് നമ്മൾ കേരളത്തിൽ മുജാഹിദുകൾ ഇപ്പൊ അടുത്ത കാലത്ത് പറഞ്ഞ സംഗതിയല്ല. ഷെയ്ഖിന്റെ ബുക്കിലായി പറഞ്ഞത് അതേ കാര്യം. എന്ത്? ഫൈനൽ ഇസ്തിഗാസത്ത ബിൽ ഇൻസാനി എന്നല്ല, മനുഷ്യനോട് ഇസ്തിഗാസ നടത്തുക എന്നല്ല, സൃഷ്ടികളോട് ഇസ്തിഗാസ നടത്തുക, സഹായം തേടുക. സൃഷ്ടി തന്നെ എല്ലാവരും പെടും, ജിന്നും പെടും, എല്ലാം പെടും, മനുഷ്യൻ പെടും, അല്ലാത്തൊക്കെ പെടും, അള്ളാഹുവിന്റെ സൃഷ്ടികളൊക്കെ പെടും. അതാണ് ഫൈനൽ ഇസ്തിഗാസത്ത ബിൽ മഖ്ലൂഖി. ഇനി ഖാദിറായവൻ, അതാണ് ഫീമാ യഖ്ദിറു അലൈഹി, ആരോടാണോ ഇസ്തിഗാസ ഇടുന്നത് അയാൾക്ക് കഴിയുന്ന കാര്യം. ഇത് പഠിച്ച സംശയമല്ല. കഴിയുന്ന കാര്യത്തിൽ ചോദിച്ചാൽ എന്തല്ല? ലാനുൻകിറുഹ, അത് നമ്മള് നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പൊ അവിടെ മനുഷ്യൻ എന്നല്ല ഉപയോഗിച്ചത്, പിന്നെന്താ ഉപയോഗിച്ചത്? മഖ്ലൂഖ്. അത് നമ്മളെ വിഷയത്തിൽ ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. കമാ ഖാല തആല ഫീ ഖിസ്സത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നമ്മളെ റസൂൽ സല്ലല്ലാഹു വന്നതാ ഫസ്തഗാതഹു അല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി. നേരത്തെ പലവട്ടം വന്നിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു. ഫസ്തഗാതഹു അല്ലദീ, അദ്ദേഹത്തോട് ഇസ്തിഗാസ നടത്തി, അല്ലദീ ഒരുത്തൻ, മിൻ ശിഅതിഹി തന്റെ കക്ഷിയിൽപ്പെട്ട ഒരുത്തൻ, ആർക്കെതിരിൽ? അലല്ലദീ ഒരുത്തനെതിരിൽ, മിൻ അദുവിഹി തന്റെ ശത്രുക്കളിൽപ്പെട്ട ഒരുത്തനെതിരിൽ. അതായത് പിന്നെ മൂസാ നബിന്റെ കക്ഷിയിൽപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ മിൻ ശിഅതി എന്നാലും മൂസാ നബിന്റെ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരുത്തൻ. ഇസ്തിഗാസഹു എന്ന് പറഞ്ഞ ആരോട്? മൂസാ നബിയോട് ഇസ്തിഗാസ നടത്തി. ആർക്കെതിരിൽ? കോപ്റ്റിക് വംശത്തിൽപ്പെട്ട കിപ്തികളിൽപ്പെട്ട ആൾക്കെതിരിൽ. അപ്പൊ ഇവിടെ എന്താ അള്ളാഹ് ഉപയോഗിച്ചത്? ഇസ്തിഗാസ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇനി മൂസാ നബിയോട് ഇസ്തിഗാസ എന്താ? മൂസാ നബിക്ക് കഴിയുന്ന കാര്യം, എന്നൊന്ന് സഹായിക്കണം. അപ്പൊ മൂസാ നബിക്ക് കഴിയുന്ന സംഗതിയാണ് മൂസാ നബിയോട് ബനൂ ഇസ്രായേൽ. അപ്പൊ അതെന്താ? കഴിയുന്ന കാര്യം കഴിയുന്ന ആളോട് ചോദിക്കുക. അത് നമ്മൾ എതിർക്കുന്നില്ല. വകമാ യസ്തഗീസുൽ ഇൻസാനു ബിഅസ്ഹാബിഹി ഫിൽ ഹർബി ഔ ഗൈരിഹി ഫി അശ്യാ യഖ്ദിറു അലൈഹൽ മഖ്ലൂഖു. ഇനി അടുത്ത ഉദാഹരണം. വകമാ യസ്തഗീസുൽ ഇൻസാൻ, മനുഷ്യൻ ഇസ്തിഗാസ നടത്തുന്നത് പോലെ. ആരോട്? ബി അസ്ഹാബിഹി, ഒരാള് മനുഷ്യൻ അവന്റെ അസ്ഹാബിനോട്, അവന്റെ ആളുകളോട്. സാഹിബ് അസ്ഹാബ്. അൽ ഇൻസാനു ബി അസ്ഹാബിഹി, മനുഷ്യൻ അവന്റെ ആളുകളോട് ഇസ്തിഗാസ നടത്തുന്നു. ഫിൽ ഹർബി, യുദ്ധത്തിൽ. ഔ ഗൈരിഹി, അല്ലെങ്കിൽ അതല്ലതിൽ, യുദ്ധത്തിലോ എന്തിലും. ഫി അശ്യാ, ചില കാര്യങ്ങളിൽ. ഏത് കാര്യങ്ങളാണത്? യഖ്ദിറു, ആരോടാണോ ഈ ഇസ്തിഗാസ ചോദിക്കുന്നത് അവന് സാധിക്കുന്നു. അലൈഹ, അലൈഹ എന്ന് പറഞ്ഞാൽ അല അശ്യാ, ഏത് കാര്യമാണോ ചോദിച്ചത് ആ കാര്യം. ആർക്ക് സാധിക്കും? അൽ മഖ്ലൂഖു. അവിടെ പറഞ്ഞതാ. ഇവിടെ ആദ്യം പറഞ്ഞത് അൽ ഇൻസാൻ എന്നാ, മനുഷ്യൻ അവന്റെ ആളുകളോട്. പിന്നെ പറഞ്ഞത് മഖ്ലൂഖ് എന്നാ.
മനുഷ്യൻ അവന്റെ ആളുകളോട് യുദ്ധത്തിലോ അല്ലാത്ത സംഗതികളിലോ സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ ഇസ്തിഗാസ നടത്തിയാൽ അതും മോള് പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താവൂല? ഇബാദത്താവൂല, അതുകൊണ്ട് തന്നെ ശിർക്കാവൂല. കാരണം എന്താ? കഴിയുന്ന കാര്യത്തിലാണ് എന്ത് ചെയ്തത്? ഇസ്തിഗാസ നടത്തിയത്. വനഹ്നു അൻകർന, എന്നാൽ നമ്മൾ നിഷേധിക്കുന്ന ഇസ്തിഗാസ അതെന്താണ്? വനഹ്നു അൻകർന, എന്നാൽ നമ്മൾ നിഷേധിക്കുന്നത് ഇസ്തിഗാസത്തൽ ഇബാദത്തില്ലതി യഫ്അലൂനഹാ ഇൻദ ഖുബൂരിൽ ഔലിയാ. നമ്മൾ എതിർക്കുന്ന ഇസ്തിഗാസ അതേതാ? ഇസ്തിഗാസത്തൽ ഇബാദ, ആരാധന അടങ്ങുന്ന ഇസ്തിഗാസയാണ്. ഇതിൽ ആരാധന അല്ല. കാരണം എന്താ? ഒരാൾക്ക് കഴിയുന്ന കാര്യം ചോദിച്ച് അതില് ഇബാദത്ത് വരുന്നില്ല, ദുആ വരുന്നില്ല, അതുകൊണ്ട് ഇബാദത്തല്ല, അതുകൊണ്ട് ശിർക്കുമല്ല. എന്നാൽ നമ്മൾ എതിർക്കുന്നത് ഇസ്തിഗാസത്തൽ ഇബാദ, ഇബാദത്തുള്ള ആരാധന വരുന്ന ദുആ വരുന്ന ഇസ്തിഗാസയെയാണ്. അല്ലതി, എങ്ങനെയുള്ള ഇസ്തിഗാസ? യഫ്അലൂനഹ, ആ ഇസ്തിഗാസയെ അവർ ചെയ്യുന്നു. ആര്? ഈ മുശ്രിക്കുകൾ ചെയ്യുന്നു. ഇൻദ ഖുബൂരിൽ ഔലിയാ, ഔലിയാക്കന്മാരുടെ ഖബറിന്റെ അടുക്കൽ വെച്ച്. എന്നാൽ ഖബറിലുള്ള ആളോട് അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളോട് ഇവർ ഇസ്തിഗാസ നടത്തുന്നു. അത് ശിർക്കാകുന്നു. എന്താ കാരണം? ഈ ഖബർ കിടക്കുന്ന ആളുകൾ ആരല്ല? ഖാദിറല്ല, കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഖാദിറല്ലാത്തവരോടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഇസ്തിഗാസ നടത്തുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ശിർക്കായി തീരും. ഔ ഫീ ഗൈബത്തിഹിം, അല്ലെങ്കിൽ അവരുടെ ഗൈബത്തിൽ, അവരുടെ അസാന്നിധ്യത്തിൽ. ഇനി മരിച്ചവരല്ല വിചാരിക്കുക, ജീവിച്ചിരിക്കുന്ന ആൾ തന്നെ, അയാളുടെ അസാന്നിധ്യത്തിൽ. ഇനി അസാന്നിധ്യത്തിനാൽ അയാള് സ്ഥലത്തില്ലെങ്കിലും അപ്പൊ ഫോണോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചിരിക്കുക, ഇതൊന്നുമില്ല. ആ നിൽക്കൊന്നും ഒരു നിൽക്കും ബന്ധപ്പെടാനുള്ള യാതൊരു മാർഗവും ഇല്ലാത്ത നിലക്ക്. അതാണ് ഔ ഫീ ഗൈബത്തിഹിം. അല്ലെങ്കിൽ ഈ ഔലിയാക്കന്മാരുടെ അസാന്നിധ്യത്തിൽ ഈ ആളുകൾ ചെയ്യുന്ന കാര്യം എന്തിലാണ് ഇസ്തിഗാസ നടത്തുന്നത്? ഫിൽ അശ്യാ, ചില കാര്യങ്ങളിൽ. അല്ലതി, എങ്ങനെയുള്ള കാര്യങ്ങൾ? ലാ യഖ്ദിറു അലൈഹ, ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല ഇല്ലാതെ, അള്ളാഹുവിനല്ലാതെ. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഔലിയാക്കന്മാരുടെ ഖബറുകളടുക്കൽ വെച്ചോ അല്ലെങ്കിൽ അവരുടെ അസാന്നിധ്യത്തിലോ ഈ മുശ്രിക്കുകൾ ചെയ്യുന്ന ദുആ ഉൾപ്പെടുന്ന ഇസ്തിഗാസയെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാത്ത ഇസ്തിഗാസയെ നമ്മൾ എതിർക്കുന്നില്ല. കാരണം അത് ശിർക്കല്ല. അപ്പൊ എന്താ അവിടെ പോയി ഇവരെ വാദം എന്തായിരുന്നു? ഇവരെ വാദം എന്താ? പരലോകത്ത് പ്രവാചകന്മാരോട് ഇസ്തിഗാസ നടത്തി. അപ്പൊ അത് ഇവരെ ചെയ്യുന്ന ഇസ്തിഗാസക്ക് തെളിവല്ല. കാരണം എന്താ? താഴത്ത് വിശദീകരിക്കുന്നത് എന്താണ്? എന്തു പറയുന്നത്? ഈ പ്രവാചകന്മാരുടെ അടുക്കൽ ജനങ്ങൾ ചെന്ന് ചോദിക്കുന്നു. അത് അവരുടെ ഗൈബത്തിലല്ല, അസാന്നിധ്യത്തിലല്ല, കാണുന്ന കേൾക്കുന്ന അവസ്ഥയിലാണ്. ചെയ്യാൻ പറ്റിയ സംഗതിയാണോ അല്ലാത്തതാണോ? നിങ്ങൾ ഞങ്ങളെ സ്വർഗത്തുകാക്കി തരണം, നരകത്തേക്ക് രക്ഷപ്പെടുത്തുന്നല്ല. പിന്നെന്താണ്? വിചാരണ നടത്താൻ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോ അങ്ങനെ ദുആ ചെയ്യാന്നുള്ളത് ആർക്ക് കഴിയും? അക്കാര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അതെന്തല്ല? അതിൽ ഇസ്തിഗാസത്തിൽ ഇബാദത്തല്ലത്, പ്രാർത്ഥനയുള്ള ഇസ്തിഗാസയല്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കല്ല. അപ്പൊ അങ്ങ് കയ്യില് തെളിവില്ല. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു വിഷയം കൂടി ഉണ്ട്. എന്താണ്? ലാ യഖ്ദിറു അലൈഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയാത്ത ഒരു കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അന്ന് ഉസൂൽ സലാത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു. നമ്മൾ സാധാരണ പറയും സൃഷ്ടികൾക്ക് കഴിയാത്ത അല്ലെങ്കിൽ മനുഷ്യർക്ക് കഴിയാത്ത കാര്യം. സാലിഹ് അലി ശൈഖ് അത് വിശദീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന നിർവചനങ്ങളിൽ ഏറ്റവും കുറ്റമറ്റ നിർവചനം എന്താണ്? ഈ പറഞ്ഞതാ. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയാത്ത ഒരു കാര്യം സൃഷ്ടികളോട് ചോദിക്കലാണ് എന്ത്? ശിർക്ക്. അങ്ങനെ വിശദീകരിച്ചാൽ ഒരു ആശയക്കുഴപ്പമില്ല. ആർക്കും വേറെ രണ്ടാമതൊരു ചോദ്യം ചോദിക്കേണ്ടാവില്ലാണ്. മറ്റേ പൂച്ചയും ആടും ഒക്കെ വരുന്നതും അതല്ല തന്നെ ചോദിക്കുന്നത്. എന്താ? നമ്മള് മനുഷ്യർക്ക് കഴിയാത്ത കാര്യം മനുഷ്യന്മാരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് കഴിയാത്ത കാര്യം സൃഷ്ടികൾ ചോദിച്ചാൽ എന്ന് പറയുന്ന അപ്പുറം അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അള്ളാഹുവിനല്ലാതെ മറ്റാരും എന്ത് ചെയ്യുക? സൃഷ്ടികളോട് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ എന്തായി? ശിർക്കായി.
അപ്പൊ വളരെ വ്യക്തമാണ്, ആർക്കും മനസ്സിലാവും, ഒരു സംശയം വരാനില്ല. ഇതാണ് സാലിഹ് ആലിശയം കൊടുത്തിട്ടുള്ളത്. അതന്നെയാണ് പഠിക്കേണ്ടത്. ലാ യഖ്ദിറു അലൈഹ ഇല്ലല്ലാഹ്. എന്താക്കണം, നിർത്തേ, ഏതായാലും തീരൂല. സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി.